ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഓഡിറ്റ് ഓഫ് ഗവൺമെന്റ് കമ്പനീസ്. അപ്പോൾ ഗവൺമെന്റ് കമ്പനീസിന്റെ ഓഡിറ്റർ അപ്പോയിന്റ്മെന്റ് സെക്ഷൻ 139 നമ്മൾ കവർ ചെയ്ത് ഈ ഓഡിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡ്യൂട്ടീസ് റൈറ്റ്സ് ആ കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ പറയുക 143. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് ഓഫ് ഗവൺമെന്റ് കമ്പനീസ് ആകുമ്പോൾ CAG ആണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ CAGക്കായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പം അതിൽ പിന്നെന്താ പറയുക, CAGക്ക് ചിലപ്പോൾ ഈ ഓഡിറ്റർ ചെയ്ത ഓഡിറ്റ് പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും രണ്ടാമത് ഓഡിറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ സെക്ഷനിൽ വേണം. സപ്ലിമെന്ററി ഓഡിറ്റ്, ടെസ്റ്റ് ഓഡിറ്റ് എന്നിട്ടുള്ള 2 ടൈപ്പ് ഓഡിറ്റുകളുണ്ട് വേറെ. പിന്നെ അതൊക്കെ ഈ സെക്ഷനിൽ പറയണത് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ പറയണത് ഓഡിറ്റർ ഇയാളുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം അതൊക്കെയാണ്. ഓക്കെ, ചെറിയ സെക്ഷനാണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് എ ഗവൺമെന്റ് കമ്പനി ആൻഡ് കമ്പനീസ് owned or controlled by central government, state government, central government and state government, one or more central state government, CAG shall appoint the auditors under section 139(5) and shall direct such auditor the manner in which the accounts of the company are required to be audited. എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെന്റ് ഓഡിറ്റേഴ്സിനും ഗവൺമെന്റ് കമ്പനി ഓഡിറ്റേഴ്സിനും ഓഡിറ്റിന്റെ റെഗുലേഷൻസ് കൊടുക്കുക CAG ആയിരിക്കും. അപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ എൻക്വയറി ചെയ്യണം, എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാന്നല്ല, CAG എന്ത് ചെയ്യും, ഇപ്പോൾ ആ പെർട്ടിക്കുലർ ഗവൺമെന്റ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് കുറേ റെഗുലേഷൻസ് CAG പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് കൂടി എന്ത് ചെയ്യണം, ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യണം. എന്നിട്ട് റിപ്പോർട്ട് ചെയ്യണ സമയത്ത് എന്താണ് ആ റിപ്പോർട്ടിൽ നോർമലി ഉള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ ഉണ്ടാകും. അതിന് പുറമെ ആയിട്ട് CAG കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് എന്താന്നുള്ളത് റിപ്പോർട്ടിൽ പറയണം. ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് എന്തൊക്കെ ആക്ഷൻസ് ആണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇയാൾ നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞാൽ CAG പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, CAGയുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഓഡിറ്റർ അയാളുടെ ഓഡിറ്റിംഗിൽ ചെയ്തിട്ടുണ്ടോ അത്. അതേപോലെ തന്നെ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദി അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ CAGയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുള്ള ഏരിയ, ആ ഏരിയയിൽ നോക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഏരിയക്ക് അക്കൗണ്ട്സിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലും എന്ത് ഇമ്പാക്റ്റ് ആണുള്ളത് ആ കാര്യങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയണം. ഓക്കെ, ഇതാണ് വ്യത്യാസമായിട്ട് നോർമലി ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗവൺമെന്റ് കമ്പനീസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ CAG ആണ് എല്ലാ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക ഗവൺമെന്റ് കമ്പനീസ് മാത്രമല്ല, ഗവൺമെന്റ് കമ്പനീസ് വിച്ച് ആർ കൺട്രോൾഡ് ബൈ ഗവൺമെന്റും. ഓക്കെ, ഡയറക്ട്ലി ഗവൺമെന്റ് 51% ഉള്ളതിനാണ് ഗവൺമെന്റ് കമ്പനീസ് പറയുക. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ 51 ഉണ്ടാവില്ല, പക്ഷെ നേരത്തെ പറഞ്ഞാൽ എന്താ കൺട്രോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ CAG ആണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക. ആ കമ്പനിയുടെ ഓഡിറ്റ് എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ റെഗുലേഷൻസ്, ഇൻസ്ട്രക്ഷൻസും CAG ആണ് കൊടുക്കുക. Auditors of appointed shall submit a copy of the audit report to CAG. The audit report shall include, among other things, the directions, if any, issued by the CAG, action taken thereon, its impact on the accounts and financial statements of the company. Okay, ഇതാണ് ചോദിക്കാട്ടോ ചെറിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട്, ഗവൺമെന്റ് കമ്പനീസിന്റെ ഓഡിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സംഭവമൊക്കെ. ഓക്കെ, പിന്നെ 2 ടൈപ്പ് ഓഡിറ്റ്, സപ്ലിമെന്ററി ഓഡിറ്റും ടെസ്റ്റ് ഓഡിറ്റും. പിന്നെ ടെസ്റ്റ് ഓഡിറ്റും സപ്ലിമെന്ററി ഓഡിറ്റും വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും തമ്മിൽ, ചെറിയ വ്യത്യാസമാണുള്ളത്. ചിലപ്പോൾ രണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ CAGക്ക് പിന്നെ ആദ്യത്തെ ഓഡിറ്റ് ചെയ്തത് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുമ്പോൾ ഓഡിറ്ററിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടല്ല, ചില ഏരിയകളിലേക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു കമ്പനിയുടെ എന്താ പറയുക ഇൻവെന്ററി ആ ഏരിയയിലേക്ക്, അതല്ലെങ്കിൽ അവിടെ ഡെറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് അതിന്റെ സംഭവങ്ങൾ, അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് CAGക്ക് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടിയും ഡീപ്പായിട്ട് ഓഡിറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ CAGക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സപ്ലിമെന്ററി ഓഡിറ്റ് ഇതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സപ്ലിമെന്ററി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സാധാ ഓഡിറ്റിന് അപ്പുറമാണ്. എന്ന് പറയുമ്പോൾ ഓഡിറ്റിന് എന്തായാലും ഒരു റിപ്പോർട്ട്, ഫസ്റ്റത്തെ ഓഡിറ്റിന് എന്തായാലും റിപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും, ഓഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. സപ്ലിമെന്ററി ഓഡിറ്റ് ആകുമ്പോൾ സപ്ലിമെന്ററി ഓഡിറ്റിനും റിപ്പോർട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അതിനുണ്ടാകും. ഓക്കെ,
അപ്പോൾ ഈ സപ്ലിമെന്ററി ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തിൻ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ, കാരണം ആ ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടിട്ടാണല്ലോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഏരിയയിൽ കൂടി നോക്കണം എന്നുള്ളത് വരിക, ആ തീരുമാനത്തിലേക്ക് എത്തുക അല്ലേ. അപ്പോൾ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, ആദ്യത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 60 ദിവസത്തിനുള്ളിലാണ് CAGക്ക് സപ്ലിമെന്ററി ഓഡിറ്റ് നിർദ്ദേശിക്കാനുള്ള അധികാരം ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്തായിരിക്കും, മിക്കവാറും എന്തായിരിക്കും വേറെ ഓഡിറ്ററിനെ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ CAG shall within 60 days from the date of receipt of the audit report have a right to conduct a supplementary audit of the financial statements by such person or persons as he may authorize in this behalf, and for the purpose of such audit require information or additional information to be furnished to any person or persons so authorized on such matters by such person and in such form as CAG may direct and comment upon a supplementary upon or supplement such audit report. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ കമന്റ് upon or supplement such audit report എന്ന് പറഞ്ഞാൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൂടി എന്ത് ചെയ്യാം, മറ്റേ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കൂടെ അതുകൂടി വെക്കുക. ഓക്കെ, അപ്പോൾ every comment given by the CAG upon or supplement to the audit report shall be sent by the company to every person entitled to copies of audited financial statements. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗിൽ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്, എന്താ പറയുക, ആ ഒരു മീറ്റിംഗ് വരുന്നതിന് മുന്നേ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അയച്ചു കൊടുക്കണം എന്നുള്ള സംഭവം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ബുക്സ് ഓഫ് എന്താ പറയുക മൊത്തം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളത് പഠിച്ചതാണ് അല്ലേ. എന്നാലാണ് മീറ്റിംഗിൽ അവർക്ക് വന്നിട്ട് അത് ഇതാക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും സപ്ലിമെന്ററി ഓഡിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതിന്റെ കൂടെ ഈ സപ്ലിമെന്ററി ഓഡിറ്റ് കൂടി എന്താ പറയുക എവരി മെമ്പേഴ്സിനെ അയക്കണം. ആൻഡ് ഓൾസോ ബി പ്ലേസ്ഡ് ബിഫോർ ദി AGM ഓഫ് ദി കമ്പനി അലോങ് വിത്ത് ദി ഓഡിറ്റ് റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ സാധാ മറ്റേ ഒറിജിനൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ അതേ പ്രാധാന്യത്തോട് കൂടി തന്നെ ആയിരിക്കും ഈ സപ്ലിമെന്ററി ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും CAG ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി ഓഡിറ്റ് ടെസ്റ്റ് ഓഡിറ്റ് തമ്മിൽ വ്യത്യാസം തന്നെ. ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രൊസീജിയറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ കമ്പനി എന്താ പറയാ, കമ്പനി നടത്തുന്ന ഓരോ കാര്യങ്ങൾ അതിന് പ്രൊസീജിയർ വൈസ് ആയിട്ടുള്ള പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഏരിയയാണ്, ഒരു ഏരിയ മൊത്തത്തിൽ ഓഡിറ്റ് ചെയ്യുക. കമ്പനിയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റ്, ഇപ്പോൾ എന്താ പറയാ, ഇപ്പോൾ ഉദാഹരണം നേരത്തെ പറഞ്ഞ ഇപ്പോൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പർച്ചേസ് യൂണിറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ യൂണിറ്റ്, അങ്ങനെയുള്ള ഒരു ഏരിയനെ മൊത്തത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ കമ്പനി മൊത്തത്തിൽ തന്നെ ഒന്നുകൂടി ഓഡിറ്റ് ചെയ്യുക എന്നുള്ള സംഭവം സപ്ലിമെന്ററി ഓഡിറ്റിൽ വരിക. ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രൊസീജിയറൽ സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയും. ഇപ്പോൾ കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമതോട് ഓഡിറ്റ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ രണ്ടാമത് ഓഡിറ്റ് എന്നല്ല, നോർമലി ഈ സപ്ലിമെന്ററി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്. അതായത് ഒരു കമ്പനി ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തു, അതിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്ത് ആ ഓഡിറ്റ് റിപ്പോർട്ട് മതിയാകാണ്ട് പിന്നീട് ചെയ്യുന്നൊരു സാധനമാണ് സപ്ലിമെന്ററി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി ഓഡിറ്റ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു ഓഡിറ്റ് നടന്നിട്ടുണ്ട്. ഒറിജിനൽ ഓഡിറ്റ് ടെസ്റ്റ് ഓഡിറ്റ് തന്നെ അങ്ങനെ ആകണമെന്നില്ല. ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തോന്നുന്നുണ്ട് ഈ കമ്പനിയുടെ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതാണ് തമ്മിൽ വ്യത്യാസം. ഓക്കെ, സപ്ലിമെന്ററി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒറിജിനൽ ഓഡിറ്റിന്റെ പിന്നോടിയായിട്ട് വരുന്ന സംഭവമായിരിക്കും. പക്ഷേ ടെസ്റ്റ് ഓഡിറ്റിന് അങ്ങനെയൊന്നുമില്ല. CAG മേ ഇഫ് ഹി കൺസിഡേഴ്സ് നെസസറി, ഓക്കെ, CAGക്ക് തോന്നുകയാണ് അങ്ങനെ ഓഡിറ്റ് നടത്തണം തോന്നുന്നുണ്ടെങ്കിൽ ബൈ ആൻ ഓർഡർ കോസ്റ്റ് ടെസ്റ്റ് ഓഡിറ്റ് ടു ബി കണ്ടക്ടഡ് ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് സച്ച് കമ്പനി. അതാണ് ടെസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചു നോക്ക്.
ഓക്കെ. അടുത്ത സെക്ഷൻ ബ്രാഞ്ച് ഓഡിറ്റ്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ബ്രാഞ്ച് ഓഫീസ് ഓഫ് എ കമ്പനി. ഓക്കെ, അപ്പൊ ഇത് ഇന്നലെ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞിരുന്നു. അതായത് ഒരു കമ്പനിക്ക് ഇപ്പോൾ ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ മൊത്തത്തിൽ സ്റ്റേറ്റിലും എല്ലാം മൊത്തം നാഷണലിൽ എന്താ പറയാ സ്പ്രെഡായി കിടക്കുന്ന കമ്പനി ഉണ്ടല്ലോ ഒരുപാട്. ഇപ്പോൾ വലിയ വലിയ കോഗ്ലോമറേറ്റുകളൊക്കെ ഉണ്ടല്ലോ, റിലയൻസ്, അതുപോലെ ടാറ്റ, അങ്ങനെയുള്ള കുറെ കമ്പനികൾ ഉണ്ടല്ലോ. അപ്പൊ ഒന്നിലധികം ബ്രാഞ്ചസ്, പ്രത്യേകിച്ച് ബാങ്കുകളൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലെ. ഒരു സ്റ്റേറ്റിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളൊക്കെ, ഇപ്പോൾ അതുപോലെ ഈ റിലയൻസിനൊക്കെ പോലെ തന്നെ ഒരു ജില്ലയിൽ തന്നെ ഉണ്ടാവും പറയാം, ചിലപ്പോൾ ഒരു ടൗണിൽ ഉണ്ടാവും 2 3 അപ്പൊ അങ്ങനത്തെ ഒക്കെ ബ്രാഞ്ചസ് ആകുമ്പോൾ നമുക്കറിയാം, നമ്മൾ GST ഒക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞ സംഭവമാണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു പാനാണ്. ആ പാനിന്റെ അണ്ടറിലുള്ള എല്ലാതും ഒന്നായിട്ടാണ് ചെയ്യുക. കമ്പനീസ് ആക്ടിലും അങ്ങനെ തന്നെയാണ്, ഒരു പേഴ്സൺ ആണ് അല്ലെ, ഒരാളുടെ ഒരു കമ്പനിയാണ്, ഒരു കമ്പനിയുടെ മൊത്തം അക്കൗണ്ട്സ്. ഒരു കമ്പനിക്ക് ഒരു സിഗ്നർ ഉണ്ടാവുക, കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ ആകമാനമുള്ള മൊത്തം ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒറ്റൊന്നായിട്ടാണ് അവസാനം ഫിനാൻഷ്യൽസ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് വ്യത്യസ്ത ബ്രാഞ്ചുകളിൽ നിന്നാകുമ്പോഴേക്കായിരിക്കും. അതുപോലെ ചിലപ്പോൾ സബ്സിഡിയറി ഉണ്ടാവും, അപ്പോൾ സ്വാഭാവികമായിട്ട് CFS വരും. അപ്പൊ എന്താ പറയുക പോലെ GST പോലെയല്ല. GST എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ സ്റ്റേറ്റിനും വേറെ രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇൻകം ടാക്സും കമ്പനീസ് ആക്ട് ഒക്കെ അങ്ങനെയല്ല, ഓരോ സ്റ്റേറ്റിനല്ല, മൊത്തം ഇന്ത്യയിൽ മൊത്തത്തിൽ ഒറ്റ ഫിനാൻഷ്യൽസ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കാലോ, നമുക്ക് ഒരു കമ്പനിക്ക് ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ ഒരു ഓഡിറ്റർ മൊത്തമായിട്ട് ഇരുന്നാൽ പോലും അത് തീരൂല അല്ലെ. കാരണം അത്രയൊക്കെ ഉണ്ടാവും, കാരണം ടൈം ബൗണ്ട് ആയിട്ട് തീർക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആ ബ്രാഞ്ചുകളെ ഓഡിറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ബ്രാഞ്ച് നമുക്കറിയാം, ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടാവും, മറ്റുള്ള ബ്രാഞ്ചസ് ഉണ്ടാകും. അപ്പൊ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയണത്. ഓക്കെ, അപ്പൊ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ബ്രാഞ്ച് ആയിരിക്കും, ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ബ്രാഞ്ചും ആയിരിക്കും. അപ്പൊ ഇന്ത്യക്കുള്ള ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആരാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്? ഇന്ത്യക്ക് പുറത്താണ് ബ്രാഞ്ച് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്? എന്തൊക്കെയാണ് സെക്ഷൻ 143(8) പറയുന്നത്, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, യെസ്. അപ്പോ ടേബിൾ നോക്കുക. ഇപ്പൊ ഇന്ത്യയിലുള്ള ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ തന്നെയുള്ള ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആരാണോ ഈ കമ്പനിയുടെ ഒറിജിനൽ ഓഡിറ്റർ, ആ ഓഡിറ്റർക്ക് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഒറ്റ ഓഡിറ്റർ ഉണ്ടാവണമായിരിക്കും നല്ലത്. കാരണം ആ ഓഡിറ്റർ ഉണ്ടാവുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ, ആ രീതിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്താൽ മതി. നേരെ മറിച്ച് പല വ്യത്യസ്ത ഓഡിറ്റേഴ്സ് ആകുമ്പോൾ അവരുടെ റിക്വയർമെന്റ്സ് മാറും, വ്യത്യാസം ഉണ്ടാകും. അവർ നോക്കുന്ന അവരുടെ രീതിയിൽ മാറ്റം ഉണ്ടാകും അല്ലെ, അവരുടെ ചെക്ക് ലിസ്റ്റിൽ മാറ്റം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അവര് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ സാമ്പിളിംഗ് രീതിയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാല് ഓരോ ഓഡിറ്റർക്കും വേറെ വ്യത്യസ്ത രീതിയിൽ കൊടുക്കാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആകുമ്പോൾ അവർക്ക് ഒരു കോമൺ സ്ട്രക്ചറാണ് ഉണ്ടാവുക. എല്ലാ ബ്രാഞ്ചുകൾക്കുമായിട്ട് ഒരു ഒറ്റ കോമൺ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ഓരോ ബ്രാഞ്ചുകൾക്കും ജസ്റ്റ് ബില്ലിങ് മാത്രമാണ് കൊടുക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ ഓട്ടോമാറ്റിക് റിപ്പോർട്ട് അതിന്റെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് പോയിരിക്കും ചെയ്യുക. ഈവൻ ഇൻവോയ്സിൽ പോലും ഒരു മാറ്റം വരുത്താൻ ആർക്കും പറ്റുണ്ടാവില്ല, ഈ ഔട്ട്ലെറ്റുകൾക്ക് പറ്റില്ല. കാരണം അതിൻ്റെയൊക്കെ ഫോർമാറ്റ് കൃത്യമായിട്ട് അതിന്റെ സീരീസ് വെച്ചാൽ ഒക്കെ ഒരു കോമൺ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും, എന്നൊരു കോമൺ സോഫ്റ്റ്വെയർ ആയിരിക്കും, അതിൽ വെച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുക. ഓക്കെ, അപ്പോ അത് ഓഡിറ്റേഴ്സ് വേറെ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കത് പ്രയാസമായിരിക്കും. അപ്പൊ പരമാവധി ഒരു ഓഡിറ്റർ വെക്കാനായിരിക്കും അവർക്ക് താല്പര്യം ഉണ്ടാവുക അല്ലെ. പക്ഷെ അത് പോസിബിൾ ആയിരിക്കില്ല ചില കമ്പനികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഈ ഒറിജിനൽ ഓഡിറ്റർ തന്നെ എല്ലാ ബ്രാഞ്ചുകളും ഓഡിറ്റ് ചെയ്യാന്നുള്ളത് ചിലപ്പോ പ്രാക്ടിക്കൽ ആയിരിക്കൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പനിക്ക് മറ്റൊരു ഓഡിറ്ററിന്റെ ബ്രാഞ്ച് ഓഫീസുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചുകളെ കമ്പനിയുടെ ബ്രാഞ്ചുകളെ പിന്നെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഓഡിറ്ററിനെ നിയമിക്കാൻ പറ്റും. അങ്ങനെ നിയമിക്കുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും സെക്ഷൻ 141 എല്ലാ ക്വാളിഫിക്കേഷൻസും ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം, ഇൻ പ്രാക്ടീസ് ആയിരിക്കണം. ഫേം ആണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി പാർട്ട്നേഴ്സ് CA ഇൻ പ്രാക്ടീസ് ഉള്ള ആൾക്കാരായിരിക്കണം. അതിന്റെ സൈൻ ചെയ്യുമ്പോൾ എന്താണ്, CA ഇൻ പ്രാക്ടീസ് ഉള്ള ആളെ സൈൻ ചെയ്യാൻ പാടുള്ളൂ. ഡിസ്ക്വാളിഫിക്കേഷൻസ്, അപ്പൊ എല്ലാതും നോർമലി ഒരു ഓഡിറ്ററിനെ സൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും
ബ്രാഞ്ച് ഓഫീസിന്റെ ഓഡിറ്ററെ, ഇന്ത്യയിലുള്ള ബ്രാഞ്ചിന്റെ കേട്ടോ, ഇന്ത്യയിലെ ബ്രാഞ്ച് ഓഫീസിന്റെ ഓഡിറ്ററെ നിയമിക്കുമ്പോൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതാണ് ഒന്ന് വേണ്ടത്. ഇനിയിപ്പോ പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഓഫീസാണെന്നുണ്ടെങ്കിൽ സെയിം. ഫസ്റ്റ് പറയുമ്പോൾ കമ്പനിയുടെ ഓഡിറ്റർ ആരാണോ ആ ഓഡിറ്റർക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഈ പുറത്തുള്ള കമ്പനിയില് ഉദാഹരണത്തിന് ഇപ്പൊ ദുബൈയിലാന്ന് വിചാരിച്ചോ, ദുബൈയിൽ നമുക്കറിയാം അങ്ങനത്തെ ഇങ്ങനെയുള്ള ഓഡിറ്റോ അങ്ങനത്തെ സംഭവങ്ങളോ അങ്ങനത്തെ റൂൾസ് ഒന്നും ഇല്ല. ഇപ്പോ ഗ്ലോബൽ കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ ഓഡിറ്റിംഗ് റൂൾസ് വെച്ചിട്ടാണ് അവിടെ ചെയ്യുക, അത്രേ ഉള്ളൂ. അവിടുത്തെ ചെറിയ ടാക്സ് കാര്യങ്ങളുണ്ട്, ഈ വാറ്റ് പോലത്തെ GST ഒക്കെ പോലത്തെ ഒരു ടാക്സ് ഉണ്ട് എന്നല്ലാണ്ട് ഇൻകം ടാക്സും സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തില്ല, അവിടെ ഓഡിറ്റ് എന്ന് പറഞ്ഞ സംഭവം അവിടെ ഉണ്ടാവില്ല, മെയിനായിട്ട് GCC കൺട്രീസിലൊക്കെ. അപ്പോ അങ്ങനെ ഓഡിറ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരാൾ ഓഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ വേറെ ആളെ വെക്കുകയാണെങ്കിൽ ഒന്നാലും ഇവിടുത്തെ ഈ മീൻസ് ഇവിടുത്തെ ഒറിജിനൽ ഓഡിറ്റർക്ക് തന്നെ അവിടെ പോയിട്ട് ഓഡിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ ഏതെങ്കിലും സാധാരണ ഒരു പ്രൊഫഷണൽ ഉണ്ടാവുമല്ലോ, അവർ ഓഡിറ്റ് ചെയ്താൽ മതി. ഇനി അവിടുത്തെ രാജ്യത്തെ നിയമപ്രകാരം അവിടെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ UK അങ്ങനെ ഇപ്പൊ USA അങ്ങനെയുള്ള രാജ്യത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓഡിറ്റിംഗ് ഉണ്ടാവും, അവിടുത്തെ നിയമങ്ങൾ പ്രകാരം അവിടെ ഓഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടുത്തെ ഓഡിറ്റ് ചെയ്യാൻ അവിടുത്തെ ക്വാളിഫൈഡ് പ്രൊഫഷണൽസിനെ പറ്റുണ്ടാവുള്ളൂ അല്ലെ. ഇന്ത്യയിൽ ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ CA ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ SEC വന്നിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ അമേരിക്കൻ CA വന്നിട്ടോ കാര്യമില്ലല്ലോ, ഇവിടെ ഉള്ള ആളെന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ രാജ്യത്തുള്ള റൂൾസ് പ്രകാരം ആരാണോ ഓഡിറ്റ് ചെയ്യേണ്ടത് അത്തരം അങ്ങനെയുള്ള ആ ക്വാളിഫിക്കേഷനുള്ള ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തിരിക്കണം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ. അപ്പൊ ഓഡിറ്റ് നിർബന്ധമായിട്ടുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ റെസ്പെക്റ്റീവ് റൂൾസ് വെച്ചിട്ടുള്ള ഓഡിറ്റ് അവിടെ നടക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഓഡിറ്റർക്ക് അവിടെ ചെയ്യാൻ പറ്റുണ്ടാവില്ല അല്ലെ, ശരിയല്ലേ? ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എനി പേഴ്സൺ ബൈ ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ജസ്റ്റ് ഓഡിറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് പറയണത്. ഓക്കെ, അപ്പോൾ ബൈ ദ കമ്പനീസ് ഓഡിറ്റർ ഓർ ബൈ ആൻ അക്കൗണ്ടന്റ് ഓർ ബൈ എനി അതർ പേഴ്സൺ qualified to act as auditor of the accounts of the branch in accordance with the laws of that country. ആ രാജ്യത്തെ ഓഡിറ്റിംഗിന്റെ റൂൾസ് പ്രകാരം ഇപ്പൊ അവിടുത്തെ കമ്പനീസ് ആക്ടിലും ഇതേപോലത്തെ ഒരു ഓഡിറ്ററുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ ഉണ്ടാവും. ആ ചാപ്റ്ററിൽ ഉണ്ടാവും ആരൊക്കെയാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ, എങ്ങനെ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ റൂൾസ് എങ്ങനെയാണോ ആ റൂൾസ് പാലിച്ചുകൊണ്ട് ഒരു ഓഡിറ്ററിനെ നിയമിച്ച് ആ ഓഡിറ്റർ ഈ ബ്രാഞ്ച് ഓഫീസിനെ ഓഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ റിപ്പോർട്ട് ആയിരിക്കും ഇങ്ങോട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് അല്ലെങ്കിൽ ആരാണ് ഓഡിറ്റർ ആകേണ്ടത് എന്നുള്ള കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ തന്നെയുള്ള ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കമ്പനീസിന്റെ ഓഡിറ്ററിന് തന്നെ ഈ കമ്പനിയുടെ ഓഡിറ്റർക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇനി അയാൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓഡിറ്ററിനെ കമ്പനിക്ക് നിയമിക്കാം. പക്ഷെ എന്താ കണ്ടീഷൻ, അയാൾ ക്വാളിഫൈഡ് ആയിരിക്കണം, സെക്ഷൻ 139 പ്രകാരം അപ്പോയിന്റഡ് ആയിരിക്കണം. അതേപോലെ തന്നെ സെക്ഷൻ 141 ക്വാളിഫിക്കേഷൻസ് അയാൾക്ക് ഉണ്ടാവുകയും വേണം. ഓക്കെ, ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ 130 പ്രകാരമുള്ള പറയുമ്പോൾ എന്തായിരിക്കും, സാധാരണ എന്തായിരിക്കും 5 വർഷം അങ്ങനത്തെ സംഭവം ആ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ വേറെ ഒരു വ്യത്യാസമില്ല, സെയിം തന്നെ. എന്ന് മാത്രമല്ല ഈ സെക്ഷൻ 143 പറയുന്ന പവർ ആൻഡ് ഡ്യൂട്ടീസ് അതും അവർക്ക് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഓഡിറ്ററിനെ പോലെ തന്നെ അവർക്ക് എല്ലാ റൂൾസും ബാധകമായിരിക്കും. ഓക്കെ, ഇനി ബ്രാഞ്ച് ഓഫീസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഒറിജിനൽ ഓഡിറ്റർക്ക് ഓഡിറ്റ് ചെയ്യാം. ഇനി ആ രാജ്യത്ത് ഓഡിറ്റ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അവിടുത്തെ റൂൾസ് പ്രകാരം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിനെ ഓഡിറ്റ് ചെയ്തിട്ട് ആണ് ഓഡിറ്റ് ചെയ്യണം. ഇനി അങ്ങനത്തെ റൂൾസ് ഒന്നും ഇല്ലാത്ത രാജ്യമാണെന്നുണ്ടെങ്കിൽ എനി പേഴ്സൺ ബൈ ആൻ അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ഓഡിറ്ററിനെ കുറിച്ച് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇപ്പൊ ബ്രാഞ്ചിന്റെ ഓഡിറ്റ് കഴിഞ്ഞു. ബ്രാഞ്ചിന്റെ ഓഡിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണല്ലോ ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇപ്പൊ ഇതൊക്കെ പബ്ലിക് ഡോക്യുമെന്റ്സ് ആണ്, നമുക്ക് MCA സൈറ്റിലൊക്കെ കയറിയാൽ ഏത് കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ കിട്ടും അല്ലെ. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കമ്പനിയുടെ ഇപ്പോൾ ടാറ്റയുടെയോ റിലയൻസിന്റെ ഒക്കെ നോക്കിയാൽ ഒറ്റ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഓരോ ബ്രാഞ്ചുകൾക്കും വേറെ വേറെ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഈ ബ്രാഞ്ച് ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യണം, അതാത് ബ്രാഞ്ചുകളുടെ ഓഡിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് ഈ ഒറിജിനൽ ഓഡിറ്റർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, ഒറിജിനൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, അതിലുള്ള പോയിന്റ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക. അപ്പൊ അതായിരിക്കും കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഒറ്റ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവുള്ളൂ, അത് ഉണ്ടാക്കുന്ന എന്തായാലും ഈ ഒറിജിനൽ ഓഡിറ്റർ ആയിരിക്കും. പക്ഷെ അതിൽ എന്തുകൂടി വരണം,
ബ്രാഞ്ച് ഓഡിറ്റേഴ്സ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് കൂടി അതും കൂടി ഉദാഹരണം പറഞ്ഞാല് ഒരു പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ബ്രാഞ്ചാണെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട് ഇതിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കൂല. ശരിയല്ലേ? നേരെ മറിച്ച് എന്തെങ്കിലും റിസർവേഷൻസ് ഉള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങൾ എന്തായാലും ഇയാളുടെ റിപ്പോർട്ടിൽ കൊണ്ടുവരേണ്ടി വരും. ഇപ്പൊ എന്തെങ്കിലും ഫ്രോഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിൽ വരും, അതായത് ഇയാളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് ബ്രാഞ്ച് ഇന്ന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഭവം ഇയാളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരും. ഓക്കെ, ഒന്നുമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പൊ the branch auditor shall prepare a report on the accounts of the branch examined by him and send it to the auditor of the company, who shall deal with it is in his report in such manner and he considers necessary. Provisions regarding reporting to fraud by the auditor shall also extend to the branch auditor to the extent that it relates to the concerned branch. എന്ന് പറഞ്ഞാല് ഫ്രോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർമലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുത്തിട്ട് അത് ഈ ഒറിജിനൽ ഓഡിറ്റർക്ക് കൊടുക്കുകയാണ് ചെയ്യാം. ഞാൻ മറിച്ച് ഫ്രോഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ വിത്തിൻ 2 days നമ്മൾ എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കണം. 1 crore മുകളിലാണെന്നുണ്ടെങ്കിൽ 45 days വെയിറ്റ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ അത് നേരെ സെൻട്രൽ ഗവൺമെന്റ് അയക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഡയറക്ട്ലി ബ്രാഞ്ച് ഓഡിറ്റർ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഒറിജിനൽ ഓഡിറ്ററിനെ അറിയിച്ചിട്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് ബ്രാഞ്ച് ഓഡിറ്റർ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ നോർമലി നേരത്തെ നമ്മൾ എൻക്വയറിയുടെ കാര്യങ്ങൾ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇതാക്കുക. പക്ഷെ ഫ്രോഡിന്റെ കേസ് വരുമ്പോൾ എന്താണ്, അത് റിപ്പോർട്ടിൽ പറഞ്ഞാൽ മാത്രം പോരാ, നേരത്തെ പറഞ്ഞതുപോലെ പ്രൊസീജിയേഴ്സ് സെക്ഷൻ 143(12) പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് അയാൾ മൂവ് ചെയ്യണം. ഓക്കെ, the provisions of this section ആണ് this subsection അല്ല this section എന്ന് പറഞ്ഞാൽ മൊത്തം 143 എന്ന് പറയുന്നത് മൊത്തം സെക്ഷൻ, അതായത് പവേഴ്സ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ഷാൾ അപ്ലൈ മുട്ടാറ്റിസ് മുട്ടൻഡീസ് ടു എ കോസ്റ്റ് ഓഡിറ്റർ, അതേപോലെ തന്നെ എ സെക്രട്ടേറിയൽ ഓഡിറ്റർ ഡ്യൂറിംഗ് ദി പെർഫോമൻസ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് അണ്ടർ സെക്ഷൻ 148 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഡിറ്റ്, 204 എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയൽ ഓഡിറ്റ്. ഇപ്പോൾ വലിയ കമ്പനികൾക്കാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് ഒക്കെ വരിക, അപ്ലിക്കബിൾ ആവുക. സെക്ഷൻ 204 നിങ്ങൾ ഫൈനലിൽ പഠിക്കും. കോസ്റ്റ് ഓഡിറ്റ് നമുക്കിപ്പോൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ പവേഴ്സും ഇതേ ഡ്യൂട്ടീസും കാര്യങ്ങളും റിപ്പോർട്ടിങ്ങും ഇതെല്ലാം ഒരു കോസ്റ്റ് ഓഡിറ്റർക്കും അതേപോലെ തന്നെ സെക്രട്ടേറിയൽ ഓഡിറ്റർക്കും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, വായിച്ചോ.
ഓക്കെ, സെക്ഷൻ 145 ഒരു ചെറിയ സെക്ഷനാണ്. ഓഡിറ്റേഴ്സ് ടു സൈൻ ഓഡിറ്റ് റിപ്പോർട്ട്സ് എക്സെട്ര. അപ്പോൾ ഓഡിറ്റർ നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ഉള്ള ഒരു ഡോക്യുമെന്റ്, സൈൻ ചെയ്യുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ടാണ് അല്ലേ? അതാണ് മെയിനായിട്ട് ഓഡിറ്റ് ചെയ്യുക. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് മാത്രമല്ല സൈൻ ചെയ്യുന്നത്. ഓക്കെ, കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ എല്ലാ സർട്ടിഫിക്കേഷൻസും ചെയ്തത് ഓഡിറ്റർ ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പഠിച്ച സംഭവമാണ് AOC4 ഒക്കെ. AOC4 ഒക്കെ എന്ന് പറഞ്ഞ സെക്ഷൻ മറ്റേ 137. അപ്പോൾ അത് പ്രകാരം നമ്മളുടെ ആനുവൽ ഫയലിംഗ് ആണത് അല്ലേ? മൊത്തം ഫിനാൻഷ്യൽസ് ഒക്കെ നമ്മൾ ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതിലൊക്കെ സൈൻ ചെയ്യുക ഓഡിറ്ററിൻ്റെ ആയിരിക്കും. എന്നാൽ AOC4 എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ വെച്ചിട്ട് സൈൻ ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, ആ ഫോം, അപ്പോൾ ആ ഫോമിൽ നമ്മൾ അറ്റാച്ച്മെന്റ്സ് കൊടുക്കും. ആ ഫോമിൽ നമ്മൾ ഫിനാൻഷ്യൽസ് അറ്റാച്ച്മെന്റ് കൊടുക്കും, ഓഡിറ്റർ റിപ്പോർട്ട് അറ്റാച്ച്മെന്റ് ആയിട്ട് കൊടുക്കും, ബോർഡ്സ് റിപ്പോർട്ട് അറ്റാച്ച്മെന്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽസിൽ എന്തായാലും ഫിനാൻഷ്യൽസ് ആണ് ഓഡിറ്റർ സൈൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്. അതേപോലെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, അതാണ് പ്രധാനപ്പെട്ട 2 ഡോക്യുമെന്റ്സ്. പിന്നെ ഇതേപോലെ തന്നെ ഈ AOC4 ഒക്കെ പോലെയുള്ള മറ്റ് കമ്പനിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഡിറ്റർ ആയിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ,
പക്ഷെ എന്ത് വിചാരിച്ചിട്ട് ഇപ്പോൾ കമ്പനിയുടെ ഇപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ട വേറെ കുറെ ഫോംസ് ഉദാഹരണത്തിന് പറഞ്ഞാല് എന്താ പറയാ, ഇപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്താണ് വിത്തിൻ 60 days 180 days ഫയൽ ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. INC-20 എന്നൊരു ഫോം. അതായത് ഓർമ്മ ഉണ്ടോ? അതായത് ഓരോരുത്തരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ബാങ്കിൽ ഇട്ടിട്ട് ആ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സാധനം ഫയൽ ചെയ്യാണ്ട്. അതായത് കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നൊരു തെളിവായിട്ട് ഇൻകോർപ്പറേഷൻ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. INC-20 എന്നാണ് ഫോമിന്റെ പേര്. അപ്പൊ INC-20 ഒക്കെ ആർക്കും ഫയൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ബിസിനസ് തുടക്കത്തിലാണല്ലോ അല്ലെ. അപ്പൊ അത് ഏതെങ്കിലും ഓഡിറ്റർ മതി എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റർ മീൻസ് ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ട് മതി. ചാർട്ടേഡ് അക്കൗണ്ട് പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ പഠിച്ചിട്ടുണ്ട് CS പ്രാക്ടീസ്, ഈ കോസ്റ്റ് അക്കൗണ്ട് അങ്ങനെയുള്ള. അപ്പൊ എന്ന് പറഞ്ഞാല് പൊതുവിൽ ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ പ്രാക്ടീസുള്ള CAയോ പ്രാക്ടീസുള്ള CMAയോ പ്രാക്ടീസുള്ള CSO അല്ലെങ്കിൽ ചില കേസിൽ ചില അഡ്വക്കേറ്റ്സോ ഒക്കെ അങ്ങനെയുള്ള നോർമൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഏതൊരു ചാർട്ടേഡ് അക്കൗണ്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ പറയുന്നത് പറഞ്ഞാൽ കമ്പനിയുടെ മെയിനായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട്, ഫിനാൻഷ്യൽസ്, അങ്ങനെയുള്ള ഫിനാൻഷ്യൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യേണ്ടത് AOC-4 അതൊക്കെ സൈൻ ചെയ്യേണ്ടത് ഓഡിറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് ഒരു കാര്യം പറയണത്. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ ഓഡിറ്റർ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ്, ഒബ്സർവേഷൻസ്, അതുപോലെ റിസർവേഷൻസ്, കമന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജനറൽ മീറ്റിംഗിൽ വായിക്കണം. ഷാൾ ബി റെഡ് ബിഫോർ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് ആൻഡ് ഷാൾ ബി ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ബൈ എനി മെമ്പർ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റിസർവേഷൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ജനറൽ മീറ്റിംഗിൽ അത് വായിക്കണം. ജനറൽ മീറ്റിംഗിൽ വായിക്കും. നോർമലി എന്ത് ചെയ്യുന്നുണ്ടാവും, ജനറൽ മീറ്റിംഗിൽ വരുന്നതിന് മുന്നേ തന്നെ ഓഡിറ്റേഴ്സിന് ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവല്ലോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ എല്ലാ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കമ്പനിയുടെ മീറ്റിംഗിൽ വരുമ്പോൾ ഇവരിതൊക്കെ വായിച്ചിട്ട് വന്നോളൊന്നുമില്ല അല്ലെ. ഫിനാൻഷ്യൽസ് ഒക്കെ നോക്കി അതിലൊന്നും ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല. അവർ നോക്കുന്നുണ്ടാവും കമ്പനിയിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നുണ്ടോ, കമ്പനിയുടെ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കൂടുന്നുണ്ടോ, അത്ര അവർ നോക്കുന്നുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇത് വായിച്ചോളുന്നില്ല. അപ്പൊ എന്നാലും അവരെന്ത് ചെയ്യണം, അവരറിയണം ഈ വിഷയം, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്, ഓഡിറ്റർ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെന്താ പറയാ എല്ലാ മെമ്പേഴ്സും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ജനറൽ മീറ്റിംഗിലൊക്കെ വായിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഷാൾ ബി ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ബൈ എനി മെമ്പർ എന്ന് പറഞ്ഞപ്പോ എന്താ പറയാ, മീറ്റിംഗിൽ വരാത്ത ഒരാളാണെങ്കിലോ അയാൾക്ക് പിന്നീട് വന്നിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാകും, ഓഡിറ്റേഴ്സ് റിപ്പോർട്ടൊക്കെ. ഓക്കെ, അപ്പൊ അതാണ് സെക്ഷൻ 145. ഓക്കെ, ഇനി സെക്ഷൻ 146. 146 എന്ന് പറഞ്ഞാല് നമ്മൾ മീറ്റിംഗിന്റെ നോട്ടീസ് പഠിക്കുന്ന സമയത്ത് ആർക്കൊക്കെ നോട്ടീസ് അയക്കേണ്ടത് എന്നുള്ള കൂട്ടത്തിലുണ്ടായിരുന്നു. ഓഡിറ്റർക്ക് കൂടി നോട്ടീസ് അയക്കണം അല്ലെ. അപ്പൊ ഓഡിറ്റർ എന്ന് പറഞ്ഞാലും ഒരു കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട ആളാണ്. അത് അയാളുടെ ഡ്യൂട്ടിയാണ്, അയാളുടെ റൈറ്റും ആണ്. അങ്ങനെ പറയാം, രണ്ടുമായിട്ട് പറയാം. എന്ന് പറഞ്ഞാല് ഒരു ഓഡിറ്റർക്ക് മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് ഇയാളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലാണ്ട് കമ്പനിയുടെ ഓപ്പറേഷൻസിലൊന്നും കയറി കമന്റ് അടിക്കാൻ പറ്റില്ല. ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പറയാനുള്ള റൈറ്റ് അയാൾക്കുണ്ട്. ഓക്കെ, ഒന്ന് അത് ഒരേ സമയം അത് അയാളുടെ അവകാശമാണ്, അതുപോലെ തന്നെ അയാളുടെ റൈറ്റും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ജനറൽ മീറ്റിംഗിൽ എന്താണ്, ഓഡിറ്റർ നിർബന്ധമായിട്ട് പങ്കെടുക്കണം. ഓക്കെ, ഇനി ഓഡിറ്റർക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓഡിറ്റർക്ക് ഒരു ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവിന് പറഞ്ഞേക്കാം. പക്ഷെ അങ്ങനെ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവിന് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ ആ റെപ്രസെന്റേറ്റീവിനും ഒരു ഓഡിറ്റർ ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ സെക്ഷൻ 141 പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരാളായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിയുടെ സൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മമ്മൂട്ടിയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ മമ്മൂട്ടിയുടെ ഫേമിൽ വേറെ 2 പാർട്ട്നേഴ്സും കൂടി ഉണ്ട്. മമ്മൂട്ടിയാണ് സൈൻ ചെയ്തത്, പക്ഷെ മമ്മൂട്ടിക്ക് അതവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടെ മറ്റേ പാർട്ട്ണർ ആക്കാൻ പറ്റും. പക്ഷെ എന്താണ്, അയാൾ CA പ്രാക്ടീസ് ആയിരിക്കണം. ഇനിയിപ്പോ സപ്പോസ് ഇവർക്ക് ആർക്കും പറ്റില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു CA പ്രാക്ടീസ് അവരെ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് അയക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതെന്തിനാണ്, ഇപ്പോ ഈ പറയുന്ന ഓഡിറ്റർ റിപ്പോർട്ട്, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അതിന്റെ ഡിസ്കഷൻ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ ഡിസ്കഷൻ വരുമ്പോൾ അതിന്റെ അഭിപ്രായം പറയാനും ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി കൊടുക്കാനും പറ്റുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് ഓഡിറ്ററിന് CA പ്രാക്ടീസ് തന്നെ വേണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉള്ളത്. ഓക്കെ,
പിന്നെ ഇനി ഓഡിറ്റർക്ക് അയാൾക്ക് സ്വയം അറ്റൻഡ് ചെയ്യാനും പറ്റിയില്ല, ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവിനെ അയക്കാനും പറ്റിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി അയാൾക്ക് എക്സംഷൻ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാൾ കമ്പനിനെ അറിയിക്കും പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ കമ്പനി അയാളെ എക്സെപ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കമ്പനി ഓക്കെ അയാൾ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാണ്. അതായത് ഓഡിറ്റർ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള സംഭവം കമ്പനി ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അതർവൈസ് കമ്പനി ഓഡിറ്റർ നിർബന്ധമായിട്ടും ജനറൽ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഓൾ നോട്ടീസ് ഓഫ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ് റിലേറ്റിംഗ് ടു എനി ജനറൽ മീറ്റിംഗ് ഷാൾ ബി ഫോർവേഡഡ് ടു ദി ഓഡിറ്റർ ഓഫ് ദി കമ്പനി. ദ ഓഡിറ്റർ ഷാൾ അൺലെസ് അതർവൈസ് എക്സെപ്റ്റഡ് ബൈ ദി കമ്പനി. ഷാൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ലോലി കാണാൻ എന്താണ് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള വേർഡാണ്. ദ ഓഡിറ്റർ ഷാൾ ഓക്കെ അൺലെസ് അതർവൈസ് എക്സെപ്റ്റഡ് ബൈ ദി കമ്പനി അറ്റൻഡ് എനി ജനറൽ മീറ്റിംഗ് either by himself or through his authorized representative who shall also be qualified to be an auditor. Okay, ഇനി ഈ ഓഡിറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡിസ്കഷൻ, ഉദാഹരണം പറഞ്ഞാൽ ഓഡിറ്ററിനെ റിമൂവ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള എന്താണ് ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് ഉണ്ടാവും. ഓഡിറ്റർ ഷാൽ ഹാവ് എ റൈറ്റ് ടു ബി ഹേർഡ് ഓൺ എനി മാറ്റർ വിച്ച് കൺസേൺസ് ഹിം ആസ് ദി ഓഡിറ്റർ. ഓക്കെ, ഒരു ഓഡിറ്റർ എന്നുള്ള നിലക്ക് അയാളെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ അയാൾക്ക് അയാളുടെ ഭാഗം പറയാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അതാണ് ആ രണ്ട് സെക്ഷൻ. ഓക്കെ, ഈ സെക്ഷൻ 147 പണിഷ്മെന്റ് ആണ്. നമുക്ക് നോക്കാം. ഈ പണിഷ്മെന്റ് നിങ്ങൾ പഠിക്കണം കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോ കോൺട്രവെൻഷൻ ഓഫ് എനി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 139 to 146 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ആദ്യം നമ്മൾ കമ്പനിയുടെ ആംഗിളിലൊക്കെ പറയാം, ഓഡിറ്ററിനല്ല. എന്ന് പറഞ്ഞാൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ഓഡിറ്ററിനെ റിമൂവ് ചെയ്യുന്നതിൽ പ്രശ്നം വരിക. 141 എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്ത ഒരാളെ വെച്ചാൽ കമ്പനിക്കും പ്രശ്നമാണ്, മറ്റാൾക്കും പ്രശ്നമാണ്, ഓഡിറ്റർക്കും പ്രശ്നമാണ്. അതേപോലെ തന്നെ പിന്നെ 143 ഡ്യൂട്ടീസ് ആ സെക്ഷനിൽ പറയുന്നുണ്ട് എന്ത്? കമ്പനി നിർബന്ധമായിട്ടും ഓഡിറ്റർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ, അപ്പൊ അതിൽ ഡിഫോൾട്ട് വരിക. അതേപോലെ തന്നെ ഇപ്പോൾ നോട്ടീസ് അയക്കുന്ന ജനറൽ മീറ്റിംഗ് നോട്ടീസ് ഓഡിറ്റർക്ക് അയക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സെക്ഷൻസിലൊക്കെയുള്ള കോൺട്രവെൻഷൻസ് വരുന്നുണ്ടെങ്കിൽ 25,000 to 5 lakh വരെയുള്ള ഫൈന് കമ്പനിക്ക് കിട്ടും. ഓഫീസർ ഡിഫോൾട്ടിന് 10,000 മുതൽ 1 lakh വരെയുള്ള ഫൈനാണ് കിട്ടുക. ഓക്കെ, ഇനി ഓഡിറ്റർ ഇതേപോലെ 139, 144, 145. ഓക്കെ, 139 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ ആണ്. എന്ന് പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ റൊട്ടേഷന്റെ കേസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് 20 സീലിംഗ് ലിമിറ്റ് ഒക്കെ, സീലിംഗ് ലിമിറ്റിന്റെ അപ്പുറത്തുള്ള ഓഡിറ്റ് ഉണ്ടായിട്ടും പിന്നെ നമ്മൾ ഓഡിറ്റ് എടുത്തു. 20 ഓഡിറ്റ് ഓൾറെഡി ഉണ്ടായിട്ട് 21ാമത്തെ ഓഡിറ്റ് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ കമ്പനിക്ക് കൺസെന്റ് കൊടുക്കുമ്പോൾ, റിട്ടേൺ കൺസെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ അധികം ഓഡിറ്റ് ഒന്നും ഇല്ല എന്നൊക്കെ ഡിക്ലറേഷൻ കൊടുത്തു. പക്ഷെ അയാൾക്ക് ആക്സിഡന്റ് അധികം ഓഡിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ വയലേഷൻ. 144 എന്താണ്? പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ ചെയ്യുക, ബുക്ക് കീപ്പിംഗ്, ആക്ച്വൽ സർവീസ്, അങ്ങനത്തെ സർവീസുകൾ ചെയ്യുക. 145 എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുക, മറ്റു റിപ്പോർട്ടുകൾ സൈൻ ചെയ്യുക. അപ്പൊ അതിലൊക്കെ വരുന്ന ഡിഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഫൈൻ 25,000, മാക്സിമം ഫൈൻ 5 lakh or 4 times the remuneration of the auditor, whichever is less. Okay, ഇനി contravention of any provisions knowingly or willfully with the intention to deceive the company or its shareholders or its creditors or tax authorities. Okay, അപ്പോൾ ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ imprisonment which may extend to 1 year and fine 50,000 to 25 lakh or 8 times the remuneration of the auditor, whichever is less. Okay, the auditor shall also refund the remuneration received by him to the company, pay for damages to the company's statutory bodies or authorities or to members or creditors for the loss arising out of incorrect or misleading statement of particulars made in his audit report. Okay, അപ്പോൾ വ്യക്തിപരമായിട്ട് അയാൾക്ക് പണിഷ്മെന്റ് കിട്ടും, അതായത് ഇംപ്രിസൺമെന്റ് കിട്ടും, ഫൈന് കിട്ടും. അതോടൊപ്പം തന്നെ കമ്പനിയുടെ അയാൾ വാങ്ങിച്ചിട്ടുള്ള ഫീസ് മൊത്തം തിരിച്ചു കൊടുക്കണം.
ഓക്കെ. ഇനി ഇയാളുടെ ഇൻകറക്റ്റ് റിപ്പോർട്ട് കാരണം കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡാമേജസും ഇയാൾ കമ്പനിക്ക് കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ഓഡിറ്റ് ഫേം, partner or partners of the audit firm has or have acted in a fraudulent manner or abetted or colluded in any fraud or in relation to or by the company or its directors or officers. Okay, എന്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം. Liability for such auditor shall be of a partner or partners concerned of the audit or the firm jointly and severally and shall be liable under section 447. In case of a criminal liability, അപ്പോൾ നോക്കോ criminal liability വരികയാണെന്നുണ്ടെങ്കിൽ liability other than fine shall be the liability of the concerned partner who acted fraudulently or abetted or okay എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ നേരത്തെ പറഞ്ഞ ഇംപ്രിസൺമെന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇംപ്രിസൺമെന്റ് ആ സംഭവങ്ങളൊക്കെ അയാൾക്ക് കിട്ടും. അപ്പൊ അതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് കൺസേൺഡ് പാർട്ട്നേഴ്സിനെ വരുള്ളൂ. കൺസേൺഡ് പാർട്ട്നേഴ്സ് ഹു ആക്ടഡ് ഫ്രോഡൻലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫേമിനാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. കമ്പനി ഓഡിറ്റ്, കമ്പനി ഫ്രോഡ് ചെയ്തു, അതിന്റെ കൂട്ടത്തിൽ ഇയാളും അതിന്റെ കൂടെ നിന്ന് കൊടുത്തു. അപ്പോൾ 5-10 ഓഡിറ്റേഴ്സിൽ ചിലപ്പോൾ ഒരു കമ്പനി നോക്കുന്നത് ഒരു ഓഡിറ്റർ ആയിരിക്കും. എല്ലാ ഓഡിറ്റേഴ്സും വന്നിട്ട് ഒരു കമ്പനി ഡീൽ ചെയ്യില്ല. നോർമലി ഓഫീസുകളിലൊക്കെ എന്താ സംഭവിക്കുക, മൊത്തം വർക്കുകൾ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ഇടയിൽ ഡെലിഗേറ്റ് എടുക്കുകയാണ് ചെയ്യുക. ഓരോരുത്തർ ഓരോ വർക്കുകൾ എടുക്കുകയാണ് ചെയ്യുക ഒരേ ഏരിയ. അപ്പോൾ ഏത് ഓഡിറ്റർ ആണോ അതിൽ കൺസേൺഡ് ഓഡിറ്റർ, ഏത് ഓഡിറ്റർ ആണോ ഈ കമ്പനിയുടെ ഓഡിറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ആ ഓഡിറ്റർക്കായിരിക്കും. അങ്ങനെയല്ല, ഏത് ഓഡിറ്ററാണ് ഫ്രോഡിൽ ഇൻവോൾവ്. ഇപ്പം 2 ഓഡിറ്റേഴ്സ് ആണ് ഇത് നോക്കിയെന്ന് വിചാരിച്ചു, അതിൽ ഒരാളാണ് ഫ്രോഡിന് കൂട്ടുന്നത്, അങ്ങനെയാണെങ്കിൽ അയാളെ മാത്രമേ ബാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ക്രിമിനൽ ലയബിലിറ്റി ആണല്ലോ. അപ്പോൾ ക്രിമിനൽ ലയബിലിറ്റി അയാളുടെ ഭാഗത്ത് ആ രീതിയിലുള്ള ഒരു ക്രിമിനൽ ആക്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അയാളെ ലയബിൾ ആക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പൊ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി നോക്കുക. മെയിനായിട്ട് 25,000 to 5 lakh ആണ് നോർമലി. ഔട്ട് ഓഫ് മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓർ 4 times remuneration whichever is less. കോൺട്രവെൻഷൻ ഓഫ് പ്രൊവിഷൻസ് നോയിങ്ലി ഓർ വിൽഫുള്ളി ആണെന്നുണ്ടെങ്കിൽ കൂടും, ഇംപ്രിസൺമെന്റ് വരും, ഫൈൻ വരും. ഫൈന് 50,000 to 25 lakh or 8 times whichever is lower. അതിന്റെ കൂടെ തന്നെ റീഫണ്ട് ചെയ്യണം. ഡാമേജസ് കമ്പനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ക്രിമിനൽ ആക്ടിവിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ഏത് കൺസേൺഡ് പാർട്ട്ണർ ആണോ വന്നിട്ടുള്ളത് ആ പാർട്ട്ണർക്ക് ആണ് പ്രശ്നം വരിക. ഓക്കെ. ഈ 3 സെക്ഷൻ ഒന്ന് വായിച്ചേ.
അയ്യോ അയ്യോ ആദ്യത്തെ ഏജിയം 30th ഡിസംബറിൽ നടന്നു 2023 ഏജിയം നടന്നു. ഓക്കെ അപ്പൊ അതില് ഫസ്റ്റ് ഓഡിറ്റർ ഓക്കെ മനസ്സിലായി. അപ്പോ ഫസ്റ്റ് ഏപ്രിൽ 24 കോൺടാക്ട് ചെയ്യുക. ഓക്കെ അപ്പോ ഈ ഇതിന്റെ ഓഡിറ്ററാണ് പറഞ്ഞത് ഓഡിറ്ററാണ് ഫസ്റ്റ് ഏജിന്റെ ഉണ്ടാവും. ഇതല്ലേ ഇനി അടുത്ത വർഷം 23-24 ഓക്കെ വിത്തിൻ 180 ഡേയ്സ് ഇതാക്കുന്നുള്ളത് മറ്റേത് പ്രാവശ്യമല്ലേ. ഫസ്റ്റ് മാത്രമേ പ്രശ്നം വരാം. ഓക്കെ അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ 148 കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ അപ്പോൾ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഒരു എന്തിനാണ് കോസ്റ്റ് ഓഡിറ്റ്? സാധാരണ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓഡിറ്റ് ഉണ്ടാകുമ്പോൾ അതൊരു ഓഡിറ്റ് ആണല്ലോ. അപ്പോൾ അത് പോരാണ്ട് വീണ്ടും ഒരു കോസ്റ്റ് ഓഡിറ്റ് ഉണ്ടാവണതിന്റെ പ്രസക്തി എന്തായിരിക്കും?
കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാവില്ല. അതെ, ശരിയാണ്. പക്ഷെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടാവുമല്ലോ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൂടെ നമ്മൾ ഓഡിറ്റ് ചെയ്യില്ലേ കമ്പനി. അതിലേ ഇതൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ് അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഷൂ കമ്പനി എന്ന് വിചാരിച്ചോ, ഇപ്പോൾ അഡിഡാസ് അങ്ങനത്തെ നൈക്കി അങ്ങനത്തെ കമ്പനികളൊക്കെ വിചാരിച്ചോ. അപ്പോൾ ഇവരെല്ലാവരും ഷൂ വിൽക്കുന്നുണ്ട്, ഏതാണ്ടൊക്കെ സെയിം പ്രൈസ് ആയിരിക്കും. ഇവിടെ ചൊക്ക ബ്രാൻഡാണല്ലോ, പ്രീമിയം ബ്രാൻഡ്സ് ആണ്. അപ്പോൾ പക്ഷെ ഇവരുടെയൊക്കെ കോസ്റ്റ് സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു അഡിഡാസ് ഒരു ഷൂ ഉണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നൈക്കിക്ക് വരിക, അതുപോലെ തന്നെ സ്കെച്ചേഴ്സ് അങ്ങനെ ഷൂസിനൊക്കെ വരിക, അല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും അവിടെ കോസ്റ്റ് സ്ട്രക്ചർ എന്നുള്ളത്. എന്ന് മാത്രമല്ല അവിടെ കോസ്റ്റ് സ്ട്രക്ചർ കാണാന്ന് പറയുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്താണെന്നുള്ളത് പുറത്തേക്ക് കാണും അല്ലേ. നമ്മളൊരു സാധനത്തിന്റെ കോസ്റ്റ് നോക്കുമ്പോൾ മാനുഫാക്ചറിങ്ങിന്റെ കോസ്റ്റ് നോക്കുമ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉപയോഗിച്ചത്, അതിന്റെ എത്ര അളവ് എന്നുള്ള സംഭവങ്ങളൊക്കെ വരുമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഭയങ്കര ഇന്റേണൽ ആയിട്ടുള്ള സംഭവമാണ് ആ കമ്പനിയുടെ കോസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്താണ്, മാനുഫാക്ചറിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ്, അതിന്റെ കോസ്റ്റ് എന്താണ്, എത്ര മാർജിൻ ഇതിൽ വരുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഒരു കമ്പനി പുറത്താക്കൂല, പുറത്തേക്ക് കൊണ്ടുവരില്ല. എന്ന് പറഞ്ഞാല് ഇപ്പൊ കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ കാര്യമാണ് എന്നുള്ളൊരു പരിരക്ഷ അതിനെപ്പോഴും കിട്ടും. മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു കേസ് വന്നു വിചാരിച്ചോ, ഒരു കേസ് വന്നിട്ട് ഇപ്പൊ ഇവിടെ ഒരു ഷെയർ ഹോൾഡർ വന്നിട്ട് പറയാണ്, ഇപ്പൊ ഈവൻ ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്ററോ അല്ലെങ്കിൽ ഇവിടെ ഒരു കസ്റ്റമർ ഒക്കെ വന്നിട്ട് പറയാണ് ഇവിടെ കോസ്റ്റ് സ്ട്രക്ചർ കാണുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു കോടതി അത് അനുവദിക്കൂല. കാരണം അത് കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെപ്പോഴും കമ്പനിക്ക് ആ ഒരു സെക്യൂരിറ്റി കിട്ടും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു കമ്പനി പിന്നെ ഇപ്പൊ ഇതേപോലെ ഷൂ തന്നെ പറയാം, ഒരു ഷൂ വിൽക്കുകയാണെന്ന് വിചാരിച്ചോ. ഷൂ വിൽക്കുന്നത് 5000 രൂപക്ക് ഒരു ഷൂ വിൽക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ 5000 രൂപക്ക് ഷൂ വിൽക്കണത് സപ്പോസ് ഇവർക്ക് ഇതിന്റെ കോസ്റ്റ് ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് 5000, കോസ്റ്റ് ആകെ 1000 രൂപകൾ വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഹ്യൂജ് മാർജിൻ അവരിടുന്നുണ്ട്, 400% മാർജിൻ ഇവരിടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രോഫിറ്റ് വരും. ഭയങ്കര പ്രോഫിറ്റ് വന്നാൽ ഭയങ്കര ടാക്സ് എന്തായാലും വരും അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ എന്ത് ചെയ്യും, ഈ കോസ്റ്റിൽ ഇവർ മാനിപ്പുലേഷൻസ് വരുത്താൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരൊരു മാർജിൻ ഒരു 200% ആക്കുന്ന രീതിയിൽ ഈ കോസ്റ്റിനെ ചിലപ്പോൾ എന്താക്കും, ഒരു 2500 അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റും. അപ്പോൾ മാർജിൻ തന്നെ 100% വരുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മാനിപ്പുലേഷൻസ് വരാൻ സാധ്യത ഉണ്ട് കോസ്റ്റ് പ്രസന്റ് ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതായിരിക്കും ഒരു കോസ്റ്റ് ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട പണി എന്നുള്ളത്. എന്ന് പറഞ്ഞാല് കമ്പനിയുടെ ഫിനാൻഷ്യൽസിൽ കാണിച്ചിട്ടുള്ള ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ് ഒക്കെ ക്ലിയർ ആണോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ ജെന്യുവിൻ ആണോ എന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് എന്താ അതിന് സപ്പോർട്ടിങ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, അത് എന്താ പറയാ ആംസ് ലെങ്തിലാണോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഓക്കെ, അതായിരിക്കും ഒരു കോസ്റ്റ് ഓഡിറ്റർ ചെയ്യുക. അതൊരിക്കലും ഒരു സാധാ ഓഡിറ്റർ ചെയ്യില്ല. സാധാ ഓഡിറ്റർ എന്താ ചെയ്യുള്ളൂ, ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ, അതിന്റെ പൈസ വന്നിട്ടുണ്ടോ, അങ്ങനെ നോക്കുള്ളൂ അല്ലെ. അത് നോക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് പൈസ പോയിട്ടുണ്ട് അങ്ങനെ നോക്കുള്ളൂ. അല്ലാണ്ട് ഓരോ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കലും ഓഡിറ്റർ പോകൂല. ഓക്കെ, പിന്നെ സാധാരണ ഓഡിറ്റർ നോക്കുമ്പോൾ അവിടെ ലീഗൽ കംപ്ലൈൻസുകൾ നോക്കും, പിന്നെ അപ്പോൾ ഇൻകം ടാക്സിന്റെ റൂൾസ് നോക്കും, കമ്പനീസ് ആക്ടിന്റെ റൂൾസ് നോക്കും, അങ്ങനെയുള്ള റൂൾസ് ഒക്കെയാണ് നോക്കുക. അല്ലാണ്ട് ഒരിക്കലും മാനുഫാക്ചറിങ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകൂല. ഓക്കെ, അപ്പോ കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ള സംഭവം, കോസ്റ്റ് ഇപ്പൊ നമുക്ക് എസ് എ ഉള്ളത് പോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഉള്ളത് പോലെ തന്നെ, അതായത് എസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽസ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഓഡിറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ കോസ്റ്റ് ഓഡിറ്റിനായിട്ട് സെപ്പറേറ്റ് കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടായിരിക്കും ഒരു കോസ്റ്റ് ഓഡിറ്റർ അത് പിന്നെ അതിന്റെ ഓഡിറ്റ് നടത്തുക. ഓക്കെ, അപ്പൊ അതൊരു കാര്യം. പിന്നെ ഓഡിറ്റർ ആയിട്ട് വരിക ആരായിരിക്കും, ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റൂല. അത് സെപ്പറേറ്റ് ഓഡിറ്റർ ആയിരിക്കണം. സെപ്പറേറ്റ് ഓഡിറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് CMA ആയിരിക്കും. എന്ന് പറഞ്ഞാൽ CMA ഇൻ പ്രാക്ടീസ് ആയിരിക്കും, കോസ്റ്റ് ഓഡിറ്റർ ആയിരിക്കും. അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ട് പ്രാക്ടീസിനും കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, പിന്നെ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ 143 പറഞ്ഞു. 143 എന്ന് പറഞ്ഞ സെക്ഷൻ മുട്ടാറ്റിസ് മുട്ടൻഡീസ് അപ്ലൈ ടു 148 ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാല് അവർക്ക് പവേഴ്സ് ഉണ്ട്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാനും
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടാനും അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടാനുള്ള എല്ലാ റൈറ്റും അവർക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള റിപ്പോർട്ടിംഗ് എന്താ പറയുക ഡ്യൂട്ടീസും ഇവരെ സംബന്ധിച്ചിടത്തോളം വരും. ഓക്കെ, അപ്പോൾ എസ് നോക്കാം. അപ്പോൾ നോക്കേ, സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ ഓർഡർ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് കമ്പനീസ്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, ഈ പിന്നെ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മാനുഫാക്ചറിങ് കമ്പനികൾക്കൊന്നും ബാധകമാവുന്ന ഒരു സംഭവമല്ല. ചില പ്രിസ്ക്രൈബ്ഡ് കമ്പനീസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ ഇതിവിടെ ഞാൻ ബുക്കിൽ ഇടാൻ മറന്നുപോയി, വിട്ടുപോയി എങ്ങനെയോ. അപ്പം അതിൻ്റെ ലിമിറ്റ് നോക്ക് നിങ്ങൾ. ഓക്കെ, ആർക്കൊക്കെയാണ് ഇതിന്റെ റിക്വയർമെന്റ്, കോസ്റ്റ് ഓഡിറ്റ് റിക്വയർമെന്റ് ആർക്കാണുള്ളതെന്ന് ഞാൻ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്പെസിഫൈ ഷാൾ ബി റിക്വയർഡ് ടു ഗെറ്റ് ഇറ്റ്സ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ഇൻ അക്കൗണ്ട്സ് വിത്ത് ദീസ് overall annual turnover of the company from all its products and service during the immediately preceding financial year is rupees 50 crore or more, and the aggregate turnover of the individual product or products of or service or services for which cost records are required is rupees 25 crore or more. Okay, right. Rule 3 cost records. Rule 5 Rule 3 ഓക്കെ, അപ്പോൾ നോക്ക്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ ലിമിറ്റ് പറയുന്നത്. അതായത് പിന്നെ ഒന്ന് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കമ്പനികൾ. കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കമ്പനികൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് അങ്ങനത്തെ സംഭവങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വെച്ചാൽ അതിന് സെപ്പറേറ്റ് അതിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അതിൻ്റെ കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അത് വെച്ചിട്ട് അതിൽ വരുന്ന റെഗുലേഷൻസ് വെച്ചിട്ടായിരിക്കും കോസ്റ്റ് റെക്കോർഡ്സ്. അതുപോലെ ഏതൊക്കെ കമ്പനികൾക്കാണ് കോസ്റ്റ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആവുക. രണ്ട് കാര്യങ്ങളാണ് ലിമിറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യം വെച്ചാൽ ഈ മൊത്തം നമ്മളുടെ ഓവറോൾ ടേൺ ഓവർ 35 crore ഉണ്ടെങ്കിൽ, 35 crore ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് വേണം? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി ഓഡിറ്റ് എപ്പോൾ അപ്ലിക്കബിൾ ആവുമെന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ടാണ്. രണ്ടായി തിരിച്ചിട്ടുണ്ട് മൊത്തം പ്രൊഡക്റ്റുകൾ, എ ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? റെഗുലേറ്റഡ് സെക്ടർ.
അതുപോലെ ബി എന്ന് പറഞ്ഞാൽ നോൺ റെഗുലേറ്റഡ് സെക്ടർ. അപ്പോൾ റെഗുലേറ്റഡ് സെക്ടറിൽ 6 പ്രൊഡക്റ്റും പിന്നെ നോൺ റെഗുലേറ്റഡ് സെക്ടറിൽ 33 പ്രൊഡക്റ്റുകളുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് പിന്നെ എ ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഓവറോൾ ടേൺ ഓവർ 50 ക്രോറിന്റെ മുകളിൽ പോവാ. ഓവറോൾ ടേൺ ഓവർ 50 ക്രോറിന്റെ മുകളിൽ പോവാ. അതില് ഓഫ് വിച്ച് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് ദി ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ഓർ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഫോർ വിച്ച് കോസ്റ്റ് റെക്കോർഡ്സ് റിക്വയർഡ് ബി മെയിൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന് എന്താ പറയാ, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ പറയാം, ഓവറോൾ ടേൺ ഓവർ ഓഫ് ദി കമ്പനി മോർ ദാൻ 50 ക്രോറും അതുപോലെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിൻ്റെത് മോർ ദാൻ 25 ക്രോറും ഉണ്ടെങ്കിൽ ഈ എയിൽ അവർക്ക് കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമാവും. ഓക്കെ, ബി ആണെന്നുണ്ടെങ്കിൽ ഓവറോൾ ടേൺ ഓവർ 100 ക്രോറും ഇൻഡിവിജ്വൽ ടേൺ ഓവർ 35 ക്രോറും മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമാവും. ഓക്കെ, ആ ലിമിറ്റുകൾ നോക്കി വെച്ചോ. ഇപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എല്ലാ കമ്പനികളും കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഓവറോൾ ടേൺ ഓവർ 35 ക്രോറിന് മുകളിൽ പോകുമ്പോഴാണ്. ഓഡിറ്റ് വരിക എയിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ 50 ക്രോറിന് മുകളിൽ പോയാൽ ഓഡിറ്റ് കമ്പൽസറി ആകും. അതിൽ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന്റെ ടേൺ ഓവർ 25 ക്രോറിന് മുകളിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓവറോൾ നോക്കുമ്പോൾ 45 ഉള്ളൂ, പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് 25 വന്നാൽ ഓഡിറ്റ് നിർബന്ധമാവും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ എന്ന് വിചാരിച്ചോ, അപ്പോൾ ഓവറോൾ 25 ആകുമ്പോഴത്തേനും ഓഡിറ്റ് നിർബന്ധമാവും.
ഓക്കെ, ഇതിലേ ഒരു കാര്യം കൂടി ഒന്നുകൂടി ഞാൻ പറയാം, നോക്കോ. നോക്കട്ടോ. Cost record shall be maintained on regular basis in such manner as to facilitate calculation of per unit cost of production or cost of operation, cost of sales and margin. ഓക്കെ, അതൊക്കെ പോട്ടെ. അവിടെ നമ്മൾ ലിമിറ്റ് പറയണ സ്ഥലം Okay. The class provides the class of companies engaged in production of goods or providing services specified in Table A and Table B, having an overall turnover from all its products and services of rupees 35 crore or more during the immediately preceding financial year shall include cost records for such products or services in their books of account. Okay. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് മൊത്തം ഓവറോൾ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ടേബിൾ എയിൽ പെട്ടിട്ടുള്ളതും ടേബിൾ ബിയിൽ പെട്ടിട്ടുള്ളതും ഇതിൽ രണ്ടിലും പെടാത്തതും അങ്ങനത്തെ എല്ലാ അതും മൊത്തം ഓവറോൾ ടേൺ ഓവർ 35 crore മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഓഡിറ്റ് റിക്വയർമെന്റ് പറയുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചുകൂടി മൈന്യൂട്ടായിട്ട് നോക്കണം. ഓഡിറ്റ് റിക്വയർമെന്റ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഐറ്റം എയിൽ പെട്ടിട്ടുള്ള 6 പ്രൊഡക്റ്റുകൾ അതിന്റെ ഓഡിറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ശരിക്കും വായിച്ചോ കേട്ടോ. കമ്പനി സ്പെസിഫൈഡ് ഇൻ ഐറ്റം എ ഓഫ് റൂൾ 3 ഷാൾ ബി റിക്വയർഡ് ടു ഗെറ്റ് ഇറ്റ്സ് ഓഡിറ്റ് കോസ്റ്റ് റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യണം. എപ്പോൾ? ഇഫ് ദി ഓവറോൾ ആനുവൽ ടേൺ ഓവർ ഓഫ് ദി കമ്പനി ഫ്രം ഓൾ ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഡ്യൂറിംഗ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഈസ് rupees 50 crore. ഓക്കെ, എന്ന് പറഞ്ഞാൽ ടേബിൾ എയിൽ പെട്ടിട്ടുള്ളതും ടേബിൾ ബിയിൽ പെട്ടിട്ടുള്ളതും അല്ലാത്ത പ്രൊഡക്റ്റുകളും എല്ലാത്തിൻ്റെയും ടേൺ ഓവർ കൂട്ടിയിട്ട് 50 കോടിയുടെ മുകളിലുണ്ട്. ഇതെന്താണ് പറയണത്? ഐറ്റം എയിൽ പെട്ടിട്ടുള്ള ഐറ്റംസിന്റെ കോസ്റ്റ് റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യണമെന്നുള്ളതിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഓവറോൾ ടേൺ ഓവർ 50 കോടിയുടെ മുകളിൽ പോവുക. ആൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഓവറോൾ ആയിട്ട് 50 കോടി പോവുകയും വേണം, ഇൻഡിവിജ്വൽ ആയിട്ട് 25 പോയി, അങ്ങനെയാണ്. മനസ്സിലായോ? അപ്പോൾ ഓവറോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ല. അതായത് 45 കോടിയാണ് ഓവറോള്, പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് 25 ആണ് ഓഡിറ്റ് വേണ്ട. ആൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത്, ₹50 crore ഓർ മോർ ആൻഡ്. അപ്പൊ ഓവറോൾ ടേൺ ഓവർ 50 കോടി മുകളിൽ പോവുകയും വേണം. ആൻഡ് ദി അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് ദി ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ഓർ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഫോർ വിച്ച് കോസ്റ്റ് റെക്കോർഡ്സ് ആർ റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പോ ഈ റൂൾ 3 പറയുന്നത് ഈ പറയുന്ന ഐറ്റം എയും ഐറ്റം ബിയും ഇതിൽ പറയുന്ന സാധനങ്ങൾക്കാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് റൂൾ 3 പ്രകാരം കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഐറ്റം എയും ഐറ്റം ബിയും ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് ദി ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ഓർ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഫോർ വിച്ച് കോസ്റ്റ് റെക്കോർഡ്സ് ആർ റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ ഐറ്റം എയിൽ പെട്ടതും ബിയിൽ പെട്ടതും അതിന്റെ അഗ്രിഗേറ്റ്, എന്റെ മാത്രം അഗ്രിഗേറ്റ് അല്ല. നമ്മളിപ്പോ പറയണത് എക്ക് കോസ്റ്റ് റെക്കോർഡ്സ് വേണമെന്നുള്ളതാണ്. എക്ക് കോസ്റ്റ് റെക്കോർഡ്സ് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, എക്ക് കോസ്റ്റ് റെക്കോർഡ്സ് ഓഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓവറോൾ ടേൺ ഓവർ മോർ ദാൻ ഓർ ഈക്വൽ ടു 50 crore ആയിരിക്കണം. പിന്നെ പറയുന്നത് എന്താ? കോസ്റ്റ് റെക്കോർഡ്സ് വേണ്ട ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എയിൽ പെട്ടതിനും ബിയിൽ പെട്ടതിനുമാണ് കോസ്റ്റ് റെക്കോർഡ്സ് വേണ്ടത്. ഇതിന്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ മോർ ദാൻ 25 crore പോവുകയാണെങ്കിലും അപ്പോൾ പ്ലസ് ആണ്, ആൻഡ് ആണ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ടേൺ ഓവർ 50 മുകളിൽ പോകണം. എൻ്റെയും ബിന്റെയും കൂടി ടേൺ ഓവർ 25 കോടി മുകളിൽ പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ എക്ക് എന്ത് വേണം? ഓഡിറ്റ് ചെയ്യണം. എൻ്റെത് ഓഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ബിന്റേതാണെങ്കിലോ ബിക്ക് ഓഡിറ്റ് വേണമെന്നുള്ളത് ഓവറോൾ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എയും ബിയും എല്ലാതും കൂടി കൂട്ടിയിട്ട് മോർ ദാൻ 100 crore എ പ്ലസ് ബി 35 കോടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബിക്ക് കൂടി ചെയ്യണം. അപ്പോൾ ബിക്ക് ഓഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും എക്കും വേണ്ടി വരും. കാരണം ബിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എയുടേത് സ്വാഭാവികമായിട്ടും വരും. ശരിയല്ലേ? ഇതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നോക്കി ഇതിന് താഴത്ത് നോക്കിയേ.
ഇപ്പൊ ആദ്യത്തേത് എ പ്രൊഡക്റ്റിന് 10 ആണ്, ബി പ്രൊഡക്റ്റ് 10 ആണ്. അപ്പൊ ടോട്ടൽ എ പ്ലസ് ബി 20, അത് പ്രൊഡക്റ്റ് 10, ആകെ 30 ഉള്ളൂ. ആകെ ഓവറോൾ 30 ഉള്ളൂ എന്ന് പറയുമ്പോൾ ഓഡിറ്റ് വരില്ല. എക്കും വേണ്ട ബിക്കും വേണ്ട. രണ്ടാമത്തേതിന് ഓവറോൾ 40, മൂന്നാമത്തേന് ഓവറോൾ 40, നാലാമത്തേന് ഓവറോൾ 40. അപ്പൊ അതൊന്നും നോക്കണ്ട, കാരണം ആൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത്, രണ്ടും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണം അല്ലേ. ഇപ്പൊ ഈ നാലാമത്തെ പോയിന്റിൽ നോക്ക്, അല്ലെങ്കിൽ മൂന്നാമത്തെ പോയിന്റിൽ നോക്ക്, എയും ബിയും കൂടി കൂട്ടിയ 40 ഉണ്ട്. എയും ബിയും കൂടി കൂട്ടിയ 40 ഉണ്ട് എന്ന് പറഞ്ഞാല് എക്ക് കോസ്റ്റ് ഓഡിറ്റ് എപ്പോഴാണ് വേണ്ടത്? ഇൻഡിവിജ്വൽ 25ന്റെ മുകളിൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി കൂട്ടിയിട്ട് 25ന്റെ മുകളിൽ പോവുകയും പ്ലസ് ഓവറോൾ 15 വേണം. പക്ഷെ ഇവിടെ ഓവറോൾ 50 ഇല്ല. ഇൻഡിവിജ്വൽ എയും പ്ലസ് ബി, എ പ്ലസ് ബി കൂട്ടിയപ്പോൾ 40 ഉണ്ട്, 25ന്റെ മുകളിലുണ്ട്. പക്ഷെ ഓവറോൾ 40 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അതർ പ്രൊഡക്ട്സ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെയും കോസ്റ്റ് ഓഡിറ്റ് ആവശ്യമില്ല. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് നോക്ക്, എയും ബിയും കൂടിയിട്ട് 30 ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലി 25ന്റെ മുകളിൽ പോയി, പക്ഷെ 35ന്റെ മുകളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബിക്ക് വരും, എക്ക് വരും. ഒരു കണ്ടീഷൻ കൂടി പാലിക്കണം, എന്താണ്? ഓവറോൾ 15ന്റെ മുകളിൽ പോകണം. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ 50 ഉണ്ട്, 50 ഓർ മോർ ആണല്ലോ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ 50 ഉണ്ട്, എയും ബിയും കൂടി കൂട്ടിയാൽ 30 ഉണ്ട്. അപ്പൊ എന്താണ്? എക്ക് വേണ്ടി വരും ഓഡിറ്റ്. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ. ഇനി ആറാമത്തെ പോയിന്റ്, എയിൽ 0 ആണ്, ഓവറോൾ 40 ഉള്ളപ്പോൾ നോക്കണ്ട. ഏഴാമത്തെ പോയിന്റ്, എയും ബിയും കൂടി നോക്കിയിട്ട് 30 ഉണ്ട്, അപ്പോഴും 35 ഇല്ല എന്ന് പറഞ്ഞാൽ ബിക്ക് അപ്പോഴും വരില്ല. ഓവറോൾ 110 ഉണ്ട്, അപ്പൊ എക്ക് വരും. എക്ക് വരും, കാരണം ഓവറോൾ 50 ഉണ്ട്, രണ്ടും കൂടി കൂട്ടിയിട്ട് 25 ഉണ്ട്. ഓക്കെ. എട്ടാമത്തെ പോയിന്റിൽ രണ്ടും കൂടി കൂട്ടിയിട്ട് 40 ഉണ്ട്, ഓവറോൾ 110 ഉണ്ട്, അപ്പൊ എക്കും വരും ബിക്കും വരും. ക്ലിയറല്ലേ? പത്താമത്തേല് ഓവറോൾ 40 ഉള്ളൂ, വേണ്ട. 11ാമത്തേൽ ഓവറോൾ 48 ഉള്ളൂ, വേണ്ട. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും ഓവറോൾ നോക്കുക. 15ന്റെ മുകളിൽ 15 ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്റും വേണ്ട, എക്കും വേണ്ട ബിക്കും വേണ്ട. 15ന്റെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എക്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്തുകൂടി നമ്മൾ നോക്കണം? 50 ഓർ മോർ ആണെങ്കിൽ എക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എ പ്ലസ് ബി 25 ഉണ്ടാവും നോക്കുക. 25 ഇല്ലാന്നുണ്ടെങ്കിൽ ഓഡിറ്റ് വേണ്ട. ഓക്കെ. ഇനി ഓവറോൾ 100ന് മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കുക എ പ്ലസ് ബി. എ പ്ലസ് ബി 25 ഉണ്ടെങ്കിൽ എക്ക് വേണം, എ പ്ലസ് ബി 35 ഉണ്ടെങ്കിൽ ബിക്ക് വേണം. ഓക്കെ. ഇനിയിപ്പോ ഓവറോൾ 100 ഉണ്ടായിട്ടും എ 10 ബി 10 അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ 80 അതർ പ്രൊഡക്ട്സ് ആണ്. അങ്ങനെ ആകുമ്പോൾ എക്കും വേണ്ട ബിക്കും വേണ്ട. ഓക്കെ. അപ്പൊ ഈ ടേബിൾ നോക്കിക്കോ. ഇതൊക്കെ പ്ലസ് ആക്കട്ടോ. ഓക്കെ. യെസ്, അപ്പോൾ വായിച്ചു നോക്കി. സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ ഓർഡർ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് കമ്പനീസ്. അപ്പോൾ ഏതാണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, എൻഗേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സച്ച് ഗുഡ്സ് ഓർ പ്രൊവൈഡിംഗ് സച്ച് സർവീസസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, ഡയറക്ട് ദാറ്റ് particulars relating to the utilization of material or labor or to other cost items as may be prescribed shall also be included in the books of account kept under section 128 by that class of companies. എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പോയിന്റ് ആണ് അത് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞാൽ ഓവറോൾ 35 crore ആണ് പറഞ്ഞത് അല്ലേ. ഇനി സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ ഓർഡർ ഡയറക്ട് ദാറ്റ് ദി ഓഡിറ്റ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ഓഫ് ക്ലാസ് ഓഫ് കമ്പനീസ് which are covered above and which have a net worth or turnover of such amount as may be prescribed shall be conducted in the manner specified in the order. Any cost audit shall be conducted by a cost accountant who shall be appointed by the board of directors. Board of directors എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാധാരണ ഓഡിറ്ററിനെ, അതായത് ഓഡിറ്റർ ഓഫ് ദി കമ്പനിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ജനറൽ മീറ്റിംഗ് ആണ് അല്ലേ. പക്ഷെ കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മതി എന്ന് പറഞ്ഞാൽ അത് ജനറൽ മീറ്റിംഗിൽ വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിന് ശേഷം ഇവിടെ റെമ്യൂണറേഷൻ പറയുന്നുണ്ട്. റെമ്യൂണറേഷൻ പറയുമ്പോൾ അത് ജനറൽ മീറ്റിംഗിലാണ് വരേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ ഒരു ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ അപ്പോയിന്റ്മെന്റും റെമ്യൂണറേഷനും ഒക്കെ ജനറൽ മീറ്റിംഗിലാണ് വരിക. പക്ഷെ കോസ്റ്റ് ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ അപ്പോയിന്റ്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, പക്ഷെ റെമ്യൂണറേഷൻ ജനറൽ മീറ്റിംഗിലായിരിക്കും വരിക. അപ്പോൾ അപ്പോയിന്റ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൺ സച്ച് റെമ്യൂണറേഷൻ ആസ് മേ ബി ഡിറ്റർമൈൻഡ് ബൈ ദി മെമ്പേഴ്സ്. ഓക്കെ. അപ്പോൾ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡാണ്, പക്ഷെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് മെമ്പേഴ്സ് ആണ്. Okay, it shall be in addition to the audit conducted under section 143. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ളത് 143 നമ്മൾ മറ്റേ ഒറിജിനൽ ഓഡിറ്റിന്റെ പുറമേ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ഓഡിറ്റ് ആണ്. അപ്പോൾ മറ്റേ ഓഡിറ്റ് ഇതിന് പകരാവില്ല. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മാനർ നോക്കുമ്പോൾ, മാനർ ഓഫ് അപ്പോയിന്റിംഗ് ഓഡിറ്റർ നോക്കുമ്പോൾ എന്താണ്, ഓഡിറ്റ് കമ്മിറ്റി ഉള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ റെക്കമെൻഡേഷൻ കൊടുക്കും അല്ലേ. Remuneration shall be recommended by the audit committee. Such remuneration as recommended by the audit committee shall be considered and approved by the board of directors. This remuneration shall subsequently be ratified by the shareholders. Okay. ഇനി ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്തതാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ആയിരിക്കും ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യുക. റെമ്യൂണറേഷൻ ഇതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് റാറ്റിഫൈ ചെയ്യും. Okay. Other conditions. A person appointed as auditor of the company under section 139 shall not be appointed as cost auditor. അപ്പോൾ സെയിം ഓഡിറ്റർ ആകാൻ പറ്റില്ല. രണ്ട് ഓഡിറ്റർ ആയിരിക്കണം. രണ്ട് ക്വാളിഫിക്കേഷൻ ആണ്. 139 CA in പ്രാക്ടീസ് ആണ് വേണ്ടത്. 148 CMA in പ്രാക്ടീസ് ആണ് വേണ്ടത്. The cost auditor shall comply with the cost auditing standards. Qualifications, disqualifications, rights, duties and obligations applicable to a company auditor shall apply to a cost auditor. Mutandis. Okay, അപ്പോൾ 141 CA in പ്രാക്ടീസ് എന്നുള്ള കാര്യം ഒഴിച്ചിട്ട് അല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താണ് സെയിം ആയിട്ടായിരിക്കും ഇവർക്കും വരിക. The report on the audit of cost records shall be submitted to the board of directors. Within 30 days of receipt of the copy of cost audit report, company shall furnish the central government with such report along with the full information and explanation on every reservation and qualification. Such report and document shall be filed in form CRA 4. അപ്പോൾ മറ്റേത് ഏതായിരുന്നു? AOC 4 ആയിരുന്നു. ഏത് കമ്പനി ROCക്ക് ഫയൽ ചെയ്യുക മൊത്തം ഫിനാൻഷ്യൽസ് ഒക്കെ അല്ലേ. ഇത് CRA 4. Central government may call further information or explanation as considered necessary. Punishment same as 147 ആണ്. ഓക്കെ. അപ്പോൾ അതാണ് കോസ്റ്റ് ഓഡിറ്റർ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്ക്.
ഓക്കെ, ഇനിയുള്ളതേ NFRA സംഭവമാണ്. ജസ്റ്റ് വായിക്കാം, പറഞ്ഞ കാര്യമാണ്. ഇവിടെ NFRA page number 9. Okay, monitoring and enforcing compliance with auditing standards. NFRA may review working papers and communications related to audit. Okay, എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഞാൻ പറഞ്ഞില്ല, ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. ഈ ഓഡിറ്റർ എത്തിയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാവുമല്ലോ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെങ്കിൽ അത്. ബട്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് പറയാനായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് ഉള്ള വർക്കിംഗ് പേപ്പേഴ്സ്, കമ്മ്യൂണിക്കേഷൻസ് തന്നെ കമ്പനിയായിട്ട് നടത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, അതൊക്കെ NFRA റിവ്യൂ ചെയ്യും. May evaluate sufficiency of quality control system of auditor and manner of documentation of system by it. Okay. May perform other testing as necessary. എന്നാ ഓഡിറ്റർ ഒരു സാമ്പിളിംഗ് ഒക്കെ ചെയ്ത് നോക്കും. അതായത് ഏതെങ്കിലും ഒരു ഏരിയ എടുത്തിട്ട് ഇപ്പോൾ ഓഡിറ്റർ ആ ഏരിയനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ അത് ശരിയാണോ നോക്കാനായിട്ട് അവിടെ അത് മാത്രം സാമ്പിൾ ഓഡിറ്റ് ഒക്കെ നടത്തും. May require an auditor to report on its governance practices and internal processes. കമ്പനിയുടെ ഓഡിറ്ററിന്റെ ഉള്ളിലുള്ള അവരുടെ ഗവേണൻസ് എങ്ങനെയാണുള്ളത്, അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതായത് ഓരോ വർക്ക് ഡെലിഗേറ്റ് ചെയ്യണം എങ്ങനെയാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. May seek additional information or explanation in connection with the conduct of an audit. Shall perform its monitoring and enforcement activities through its officers or experts with experience. Okay. Explain ചെയ്യണ്ടല്ലോ. അതിനകത്ത് എന്താ, അതായത് ഇപ്പോൾ NFRA എന്ത് ചെയ്യുക, വേറെ ആൾക്കാർ ഉപയോഗിച്ചിട്ട് പിന്നെ ഇവരെ മോണിറ്റർ ചെയ്യുക, ഓഡിറ്റേഴ്സിനെ മോണിറ്റർ ചെയ്യുക. Shall publish its findings relating to non-compliances on its website unless it has reason not to do so in the public interest and it records the reasons in writing. Okay, shall not publish proprietary or confidential information unless it has reasons to do so in the public interest and it records the reasons in writing. നമ്മൾ മുന്നേ പറയുന്നു അല്ലേ, ഈ സെയിം സാധനം. അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്താക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം എന്താ വല്ല കമ്പനി ലിസ്റ്റിങ്ങിന് പോവാണ്, ഡിമർജ് ചെയ്യാൻ പോവാണ്, മെർജ് ചെയ്യാൻ പോവാണ്, അങ്ങനത്തെ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത്. അല്ലാത്തത് പബ്ലിക് ഇൻട്രസ്റ്റിൽ അത് പബ്ലിക് അറിയേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിരിക്കും അല്ലേ. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പബ്ലിക്ക് നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഉദാഹരണം പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ഒരാൾ കമ്പനിയിൽ 75% ആണല്ലോ മാക്സിമം പ്രൊമോട്ടർ ഹോൾഡിങ് പറ്റുക. അതിലൊരു 35 അല്ലെങ്കിൽ 40% ഹോൾഡ് ചെയ്യുന്ന ഒരാൾ അയാളുടെ ഷെയറൊക്കെ വിറ്റുപോയി. അപ്പം അത്രയും ഷെയർ ഒരാൾ വിറ്റ് പോകുമ്പോൾ അതിൽ എന്തോ മണക്കുണ്ട് ആണല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുക. അതല്ലെങ്കിലും കമ്പനി ലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ ആകുമ്പോൾ അതൊക്കെ ഓൾറെഡി ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ പറ്റും, കാരണം അതൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിരിക്കും. May send a separate report containing proprietary or confidential information to the central government for its information. എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ചെയ്യാണ്ട് ആ കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ പുറത്ത് പറയാൻ പാടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം, കൊടുത്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വിടാൻ പറ്റും. Where any law or professional or other standard is violated by an auditor, may decide on the further course of investigation or enforcement action through its concerned division. ഓക്കെ, എന്ന് പറഞ്ഞാൽ കമ്പനി ലോന്റെ അഗെയിൻസ്റ്റ് ആയിട്ടോ, പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ CA ആക്ട് പ്രൊഫഷണൽ എത്തിക്സിന് അഗെയിൻസ്റ്റ് ആയിട്ടോ ഓഡിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫർദർ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊക്കെ കൺസേൺ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ആ ഓഡിറ്ററുള്ള ഡിവിഷണൽ ഓഫീസർ ആരാണോ അയാൾ ത്രൂ എന്ത് ചെയ്യാം, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. Rule 9. Overseeing the quality of service and suggesting measures for improvement. On the basis of review, NFRA may direct an auditor to take measures for improvement of audit quality and specify a detailed plan and time limits. Okay. അപ്പോൾ കമ്പനിയുടെ ആ ഓഡിറ്ററിൻ്റെ ആ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന രീതികളിലൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് NFRAക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും.
Duty of auditor to make required improvements and send a report to the NFRA explaining how it has complied with the directions. എന്ന് പറഞ്ഞാൽ NFRA കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അയാൾ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു റിപ്പോർട്ട് ആക്കിയിട്ട് NFRAക്ക് ഈ ഓഡിറ്റർ കൊടുക്കണം. NFRA shall monitor improvements made by the auditor and take such action as it deems fit. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അയാളെ പാട്ടിന് വിടും, ഇല്ലാന്നുണ്ടെങ്കിൽ അഗൈൻ വീണ്ടും ആൾക്ക് വീണ്ടും നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും ഇമ്പ്രൂവ്മെന്റ്സ് എന്താണോ ആക്ഷൻ എടുക്കേണ്ടത് അതെടുക്കുക. NFRA may refer cases with regard to overseeing the quality of service of auditors to quality review board or call from any report from such board. എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ക്വാളിറ്റി റിവ്യൂ ബോർഡിന് ഇവരുടെ കേസ് വിടാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ ഇവരുടെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് വല്ല റിപ്പോർട്ട് എന്നാൽ അവരോട് ഇയാളെ കുറിച്ച് പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയും. NFRA may take the assistance of experts for its oversight and monitoring activities. ഓക്കെ, അപ്പോൾ അത് അതർ ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ വേറെ കമ്പനിയിലോ എക്സ്പേർട്സോ അല്ലെങ്കിൽ വേറെ ഇതിലെ എക്സ്പേർട്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ കൂടി അവർക്ക് ഹെൽപ്പിന് വിളിക്കാം. ഓക്കെ, അപ്പം അതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതൊന്നും ബാക്കിയുള്ളതൊക്കെ എടുത്തില്ലേ? സെക്ഷൻ ആയില്ലേ? ഓക്കെ, മെറ്റീരിയൽ ക്വസ്റ്റ്യൻ നോക്കാം. Okay, multiple choice questions. Birthday Card Limited, a listed company, can appoint or reappoint Mishra and Associates, a firm of chartered accountants, as their statutory auditors for 1 year only. അപ്പോൾ നമ്മൾ നോക്കുക എന്ത് കമ്പനിയാണ്, ഗവൺമെന്റ് കമ്പനിയാണോ അല്ലെന്നുള്ളതൊക്കെ. അപ്പോൾ ഗവൺമെന്റ് കമ്പനി എന്നല്ല, ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് എന്ന് പറയുമ്പോൾ 2 terms അല്ലേ. ലിസ്റ്റഡ് കമ്പനിയാണ്. ലിസ്റ്റഡ് കമ്പനി ആകുമ്പോൾ എന്താണ്, റൊട്ടേഷൻ നിർബന്ധമാണ് അല്ലേ. അപ്പൊ 2 terms of 5 consecutive years അതല്ലേ ആൻസർ. ലിസ്റ്റഡ് കമ്പനി എന്നാണ് പറഞ്ഞത്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനി ആവും. എവറി കമ്പനി ഷാൾ അറ്റ് ദി ഫസ്റ്റ് AGM appoint an individual or a firm as an auditor at the first AGM കേട്ടാ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഡിറ്റർ അല്ല, സബ്സിക്വന്റ് ഓഡിറ്റർ ആണ്. Who shall hold the office from the conclusion of that meeting till the conclusion of its 6th annual general meeting. ഫസ്റ്റ് ഓഡിറ്റർ അല്ല, മെമ്പേഴ്സ് ആണ് AGM, ഫസ്റ്റ് AGM എന്നാണ് പറഞ്ഞത്. For appointing an auditor other than the retiring auditor, special notice is required, ordinary notice is required. Special notice വേണ്ടേ? Special notice is required. Okay. State the procedure for the following, explaining the relevant provisions of the Companies Act. Appointment of first auditor. When the board of directors did not appoint the first auditor within 1 month, within 30 days from the date of registration of company, within 90 days ഉള്ളിൽ മെമ്പേഴ്സ് GM വിളിച്ചിട്ട് അപ്പോയിന്റ് ചെയ്യണം അല്ലേ. Okay, removal of statutory auditor before the expiry of his term. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ എഡിറ്റ് 2 ആണ് അല്ലേ. എഡിറ്റ് അതായത് ബോർഡ് തീരുമാനം എടുക്കുക, എന്നിട്ട് വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ADT 2 കൊടുക്കുക സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. വിത്തിൻ 60 days സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ EGM വിളിക്കണം, EGM വിളിച്ചിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓഡിറ്റർക്ക് അയാളുടെ ഭാഗം പറയാനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ നോക്കാം, ആൻസർ നോക്കാം. അപ്പൊ ആദ്യത്തേത്
within 30 days ചെയ്തിട്ടില്ലെങ്കിൽ section 139(6) continues to provide further that if the board of directors fails to appoint such auditor, it shall inform the members of the company, who shall within 90 days attend extraordinary general meeting, appoint such auditor, and such auditor shall hold office till the conclusion of the first AGM. Okay. രണ്ടാമത്തത്, the auditor appointed may be removed from his office before the expiry by a special resolution after obtaining the previous approval of the central government. From this subsection, it is clear that the approval of central government shall be taken first, and thereafter the special resolution of the company should be passed. Provided that before taking any action, the auditor concerned shall be given a reasonable opportunity of being heard. Okay. അപ്പോൾ ADT 2 സെൻട്രൽ ഗവൺമെന്റിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. വിത്തിൻ 30 ഡേയ്സ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അവിടുന്ന് വിത്തിൻ 60 ഡേയ്സ്, അതായത് ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയിട്ട് വിത്തിൻ 60 ഡേയ്സ് എന്ത് ചെയ്യണം? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ. Question number 2. 1/4 of the subscribed capital of AMC Limited was held by Government of Rajasthan. 1/4 25% അല്ലേ? കൺട്രോൾ ആവോ? Significant influence അല്ലേ ഉള്ളൂ. Okay, Mr. Neeraj, a chartered accountant, was appointed as an auditor of the company at the annual general meeting held on 38th April by an ordinary resolution. Okay. അപ്പോൾ ഗവൺമെന്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ AGM-ലല്ലോ, CAG ആണ് അപ്പോയിന്റ് ചെയ്യുക അല്ലേ, വിത്തിൻ 180 ഡേയ്സ് ഫ്രം ദി ഫിനാൻഷ്യൽ ഇയർ. പക്ഷെ ഇവിടെ AGM വിളിച്ചിട്ടാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് കമ്പനി അല്ലല്ലോ, അല്ല. Mr. Sanjay, a shareholder of the company, object to the manner of appointment of Mr. Neeraj on the ground of violation of Companies Act. Decide whether the objection of Mr. Sanjay is tenable. Also examine the consequences of the above appointment under the said act. Okay, അപ്പോൾ ഇയാളുടെ ഒബ്ജക്ഷൻ തെറ്റല്ലേ അല്ലേ? അപ്പൊ അതിന് കാര്യമൊന്നുമില്ല, ആൻസർ വായിക്കാം. The government of Rajasthan does not make it a government, അതായത് holding of 25% shares of AMC Limited by the government of Rajasthan does not make it a government company. Hence, it will be treated as a non-government company. Under section 139, appointment of an auditor by a company was generally with the members of the company, except in the case of the first auditor and in the filling up of casual vacancy not caused by the resignation of auditor. Resignation ആണെങ്കിൽ ബോർഡിന്റെ മെമ്പേഴ്സിന്റെ അപ്രൂവൽ ആണ് വിത്തിൻ 3 months. In which case the power to appoint the auditor vests with the board of directors. Appointment by the members is by way of an ordinary resolution and no exception have been made. Whereby a special resolution is required for the appointment of. Okay, ഒന്നുമില്ല. Therefore, the condition of Mr. Sanjay is not tenable. Appointment is valid under the Companies Act. Next question. EF Limited appointed an individual firm. അതായത് ഇൻഡിവിജ്വൽ ആണ്. ഫേം എന്ന് പറയുന്നത് നോർമലി ഫേം എന്ന് പറയുക പാർട്ണർഷിപ്പിനാണ്, ഇൻഡിവിജ്വൽ ഫേം എന്ന് പറയില്ല. അപ്പോയിന്റഡ് ആൻഡ് ഇൻഡിവിജ്വൽ നരേഷ് ആൻഡ് കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടൻസ് as auditors of the company at the AGM held on 30th September 22. Mrs. Kamala, wife of Mr. Naresh, invested in the equity shares face value of 1 lakh of EF Limited on 15th October. But Naresh and the company continues to function as statutory auditors of the company. Advice. 1 lakh വരെ പറ്റും, റിലേറ്റീവ് ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ നരേഷിന്റെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ പാർട്ട്ണറോ എന്താണ് കമ്പനിയിൽ ഈവൺ 1 rupee ഇൻവെസ്റ്റ് ചെയ്താലും അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. റിലേറ്റീവ് ഇൻവെസ്റ്റ് ചെയ്താലും ഡിസ്ക്വാളിഫൈഡ് ആണ്. പക്ഷെ 1 lakh വരെ ഫേസ് വാല്യൂ ഉള്ള ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3.
Provided that the relative of such person may hold security or interest in the company of face value not exceeding 1 lakh rupees. In the case of Mr. Naresh, did not hold any such security, but Mrs. Kamala, his wife, held equity shares of EF Limited of face value 1 lakh, which is within the specified limit. Okay. Further, section 144(1) provides that if an auditor becomes subject to after his appointment to any of the disqualification, he shall be deemed to have vacated his office of auditor. Hence, Naresh and company can continue to function as auditors of the company even after 15th October. That is after the investment made by his wife in the equity shares of EF Limited. Okay, അടുത്ത question. Explain how the auditor will be appointed in the following cases. A government company within the meaning of section 394 of the Companies Act. അപ്പോൾ അങ്ങനെയാണ്. ഫസ്റ്റ് CAG ആണ് വിത്തിൻ. അപ്പോൾ അത് ഏത് ഓഡിറ്ററാണെന്ന് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഓഡിറ്ററാണോ സബ്സിക്വന്റ് ഓഡിറ്ററാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടും എഴുതണം കേട്ടോ. ഫസ്റ്റ് ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 60 days CAG, ഇല്ലെങ്കിൽ വിത്തിൻ 30 days ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇല്ലെങ്കിൽ വിത്തിൻ 60 days മെമ്പേഴ്സ്. ഓക്കെ. ഓഡിറ്റർ ഷാൾ കണ്ടിന്യൂ അണ്ടിൽ ദി കൺക്ലൂഷൻ ഓഫ് ഫസ്റ്റ് AGM അല്ലേ. അതേപോലെ സബ്സിക്വന്റ് ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 180 days ഫ്രം ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ. അങ്ങനെ അങ്ങനല്ലേ ഞാൻ പറഞ്ഞു. ഓക്കെ. ഓക്കെ. അപ്പൊ അയാളും എന്താണ് ടെന്യൂർ എന്നുള്ളത് ടിൽ ദി AGM ആയിരിക്കും. ഓക്കെ. എ പബ്ലിക് കമ്പനി ഹൂസ് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡ് XYZ ബാങ്ക്, എ നാഷണലൈസ്ഡ് ബാങ്ക് ഹോൾഡിംഗ് 18% of the subscribed capital of the company. Public company whose shareholders include XYZ bank holding 18% of the subscribed capital of the company. Okay. ഏതെങ്കിലും പ്രശ്നമുണ്ടോ? അത്യാവശ്യമൊന്നുമില്ലല്ലോ, സാധാ പോലെ തന്നെ. ഓക്കെ. ആൻസർ നോക്കാം. അപ്പോൾ ഇൻ കേസ് ഓഫ് സബ്സിഡി ഒക്കെ പറഞ്ഞിട്ട് കമൻസ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓക്കെ. Non-government company, hence the provisions applicable to non-government companies in relation appointment of auditor shall apply. അപ്പോൾ സാധാ പോലെ ഫസ്റ്റ് ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 days ബൈ ദി ബോർഡ് ആണ്. ഓഡിറ്റർ ഷാൾ കണ്ടിന്യൂ അണ്ടിൽ ദി കൺക്ലൂഷൻ ഓഫ് ദി ഫസ്റ്റ് AGM. സബ്സിക്വന്റ് ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആനുവൽ ജനറൽ ഫസ്റ്റത്തെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുക. കണ്ടിന്യൂ ടിൽ ദി കൺക്ലൂഷൻ ഓഫ് 6th AGM. ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 15 days ADT1 ഫയൽ ചെയ്യണം അല്ലേ. ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ, അതായത് ഫസ്റ്റ് ഓഡിറ്റർക്ക് വേണ്ട, സബ്സിക്വന്റ് ഓഡിറ്റേഴ്സിന് എന്ത് വേണം, ADT1 ഫയൽ ചെയ്യണം വിത്തിൻ 15 days ഫ്രം ദി ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ്, ഫ്രം ദി ഡേറ്റ് ഓഫ് AGM. ഓക്കെ. Examine the following situation in the light of Companies Act 2013. Mr. Abhi, a practicing CA, he is holding securities of Abhiman Limited having face value of 1000. Whether Mr. Abhi is qualified for appointment as auditor of the Abhiman Limited? അല്ല. നോക്കണ്ടല്ലോ. Okay. Examine whether the following persons are eligible. Mr. Prakash is a practicing CA and Mr. Akash, who is a relative of Mr. Prakash, is holding securities of ABC. Same sana. Having face value 70,000, market value 1,10,000. Directors of ABC Limited want to appoint Mr. Prakash as an auditor of the company. Agiyude market value 1,10,000 ഉള്ള കുഴപ്പമില്ലല്ലോ, ഫേസ് വാല്യൂ ആണ് നോക്കണ്ടത്. Mr. Ramesh is a practicing chartered accountant indebted to MNP Limited for rupees 6 lakh. Directors of MNP Limited want to appoint Mr. Ramesh as an auditor. പറ്റുമോ? 5 lakh വരെ പറ്റുള്ളൂ. Mrs. KVG, spouse of Mr. Kumar, a chartered accountant, is the storekeeper of PRC Limited. Directors of PRC Limited want to appoint Mr. Kumar as an auditor of the company. റിലേറ്റീവ് ആയ പ്രശ്നമുണ്ടോ? അതായത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഒരു കമ്പനിയുടെ എംപ്ലോയിയോ ഓഫീസറോ അവരുടെ പാർട്ട്ണറോ എംപ്ലോയി ആണെങ്കിലാണ് പ്രശ്നം അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ എംപ്ലോയി ആണ്, പക്ഷെ അവരുടെ പാർട്ട്ണറോ എംപ്ലോയിയോ അല്ല കുമാർ.
ശരിയല്ല, റിലേറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ മിസ്സിസ് KBJ എങ്ങനെ ഡയറക്ടർ ആയിരുന്നെങ്കിലോ പറ്റൂല. ഡയറക്ടർ ആയിരുന്നെങ്കിൽ പറ്റൂല. ഡയറക്ടറോ KMPയോ ആണെങ്കിൽ പറ്റൂല. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈസ് ദ സ്റ്റോർ കീപ്പർ നോട്ട് എ ഡയറക്ടർ, ഹെൻസ് മിസ്റ്റർ കുമാർ വിൽ നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ്. Board of Directors of A Limited requested its statutory auditor to accept the assignment of designing and implementation of suitable financial information system to strengthen the internal control mechanism of the company. How will you approach to this proposal as a statutory auditor of A Limited? പറ്റുമോ? 144 അല്ലേ, പ്രൊഹിബിറ്റഡ് സർവീസസ് ആണ്. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. യെസ് 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 യെസ്. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക് എടുക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ബ്രേക്ക് എടുത്ത് നോക്കാം.